മൊബൈലിലൂടെ കേട്ട മനോഹരമായ ആ പൊട്ടിച്ചിരി ഏത് പെൺകുട്ടിയുടേതാണെന്ന് എത്ര ഓർത്ത് നോക്കിയിട്ടും ഹേമന്തിന് പിടികിട്ടിയില്ല. പക്ഷേ ശരീരത്തിന് കോൾമറിയും നൽകിയ ചിരിയായിരുന്നു അത്. ഇങ്ങോട്ടേ കയറിക്കൊത്തിയ ആ മിടുക്കത്തി ആരാണെന്ന് അറിയാതെ പറ്റില്ലല്ലോ. അയാൾ വീണ്ടും ആ നമ്പറിൽ വിളിച്ചു. ബെല്ലടിക്കുന്നത് കേട്ട് മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് ഹേമന്ത് നിന്നു. ഹലോ സാർ. അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ഹലോ, ആരാണിത്? അയാൾ ചോദിച്ചു. സ്വരം കേട്ടിട്ട് ആരാണെന്നാ സാറിന് തോന്നുന്നത്? അവൾ തിരിച്ചു ചോദിച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. സാർ നല്ല തമാശക്കാരനാണല്ലോ. ഞാൻ അത്ര സുന്ദരിയൊന്നുമല്ല. ആളിനെ നേരിൽ കാണാതെ എങ്ങനെയാ സുന്ദരിയാണെന്ന് പറയുന്നേ? എനിക്ക് ദിവ്യദൃഷ്ടിയുണ്ട്. സ്വരം കേട്ടാൽ മതി ആൾ സുന്ദരിയാണോ എന്ന് പറയാൻ. എന്നാൽ പറ, എനിക്ക് എത്ര വയസ്സുണ്ട്? 17. വളരെ ശരി. സാറിന് എങ്ങനെ ഇത് മനസ്സിലായി? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. അതും സ്വരം കേട്ടാൽ അറിയാൻ പറ്റും. ഓ, ഞാനിപ്പോൾ ഏത് ഡ്രസ്സാ ധരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? അടുത്ത ചോദ്യം വന്നു. പറയാം. ചുരിദാറും ടോപ്പും. ഷാൾ ധരിച്ചിട്ടില്ല. അയ്യോ, അവൾ ലജ്ജയോടെ പറഞ്ഞു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വളരെ ശരി. എന്നാലും സാർ വെറുതെ ഒരു ഊഹത്തിന് പറയുന്നതാ ഇതെല്ലാമെന്ന് എനിക്കറിയാം. എന്നാൽ ടോപ്പിനുള്ളിൽ ധരിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ നിറം പറയട്ടെ? അയ്യോ വേണ്ട, അവൾ പെട്ടെന്ന് തടഞ്ഞു. എങ്കിൽ പറ, ആരയാൾ? എൻ്റെ പേര് സുമലത. കള്ളപ്പേരാണോ? അല്ല, സത്യമായ പേരാണ്. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? വേറൊരാൾ തന്നതാണ്. അതാര്? സാറിൻ്റെ ഒരു ആരാധിക എന്ന് മാത്രമേ തൽക്കാലം എനിക്ക് പറയാൻ അവകാശമുള്ളൂ. അത് ഇയാൾ വെറുതെ പറയുകയാ. അങ്ങനെ ഒരു ആരാധിക എനിക്കില്ല. അയാൾ നിഷേധിച്ചു. അല്ല സാർ, അവൾ സാറിൻ്റെ ആരാധികയാ. സാറിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹേമന്ത് എന്നല്ലേ സാറിൻ്റെ പേര്? അതെ. അത്ഭുതത്തോടെ അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? എവിടുന്നാ സുമലത വിളിക്കുന്നത്? വീട്ടിലാണ് ഞാനിപ്പോൾ. അതല്ല, ഏത് സ്ഥലത്ത് നിന്നാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ പേര് പറഞ്ഞാൽ സാറിന് വിശ്വസിക്കേണ്ടി വരും. സുമലത കള്ളം പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതെന്നെ കയ്യിലെടുക്കാൻ വേണ്ടി പ്രശംസിച്ചതാണെന്ന് എനിക്കറിയാം. ഞാൻ കള്ളം പറയാറുണ്ട് സാർ, അത്യാവശ്യത്തിന് മാത്രം. അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അത് ശരിയാ. സത്യസന്ധതയോടെ ജീവിക്കുന്ന മനുഷ്യർ കുറവാ ഇക്കാലത്ത്. എന്നാലും സുമലതയുടെ നാട് എവിടെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അയാൾ വിട്ടില്ല. പത്തനംതിട്ടയാണെന്ന് പറഞ്ഞാൽ സാറിന് തൃപ്തി വരില്ല. അപ്പോൾ ചോദിക്കും, പത്തനംതിട്ടയിൽ എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ പറയും റാന്നിയിലോ കോഴഞ്ചേരിയിലോ ആണെന്ന്. അപ്പോൾ സാർ ചോദിക്കും, റാന്നിയിൽ എവിടെയാ, കോഴഞ്ചേരിയിൽ എവിടെയാ? എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് സാർ അടങ്ങൂ, ശരിയല്ലേ? ഹേമന്ത് പൊട്ടിച്ചിരിച്ചു. മിടുക്കിയാണല്ലോ സുമലത. അല്ല സാർ, ഞാനൊരു പൊട്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു പരിചയവുമില്ലാതെ ഒരാളിനോട് ഇത്ര നേരം സംസാരിക്കുമോ? ഞാൻ നിർത്തുകയാണ് സാർ. ബൈ. പോകാൻ വരട്ടെ? ഇനിയും സുമലത വിളിക്കുമോ? ബാലൻസ് ഇല്ല സാർ. ഞാൻ അങ്ങോട്ട് വിളിച്ചാലോ? ഫോൺ എടുക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ സുമലതയുടെ മൊബൈലല്ലേ ഇത്? അല്ല, വീട്ടിലെല്ലാവരും പൊതുവായി ഉപയോഗിക്കുന്ന ഫോണാണ്. ഹേമന്തിന് നിരാശയായി. എന്തായാലും ഫ്രീ ആകുമ്പോൾ ഒരു മിസ്ഡ് കോൾ തരുമോ? തരാം. സാറിൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. ശബ്ദവും നല്ലതാ. പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്തു. പെണ്ണിന് പ്രേമം തുടങ്ങിക്കഴിഞ്ഞു. അയാൾ ഉറപ്പിച്ചു. ഇനി മുകളിലേക്ക് പിടിച്ചു കയറി വരും. സംഗതി എളുപ്പമായി. അന്ന് രാവിലെ 10 മണിയായപ്പോൾ കരുണാകരക്കുറുപ്പിനെ ഡിസ്ചാർജ് ചെയ്തു. ഒരു ടാക്സി വിളിച്ച് അച്ഛനെയും അമ്മയെയും ഹേമന്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പഴയതെങ്കിലും ഓടിട്ട ഒരു വലിയ വീടാണ് കരുണാകരക്കുറുപ്പിൻ്റേത്. 1 ഏക്കർ പറമ്പിൻ്റെ നടുവിലുള്ള ഒറ്റ നില കെട്ടിടം. പറമ്പിൽ വിളയാത്ത പച്ചക്കറികളില്ല. വാഴയും തെങ്ങും കമുകും കുരുമുളകും ഒക്കെയുണ്ട്. അരിയും ഉപ്പും പല വ്യഞ്ജനങ്ങളും ഒഴിച്ച് ഒന്നും വെളിയിൽ നിന്ന് വാങ്ങേണ്ടതില്ല. ഓമനയമ്മയെ സഹായിക്കാൻ സരോജിനി എന്ന സ്ത്രീയുമുണ്ട്. കരുണാകരക്കുറുപ്പും ഓമനയമ്മയും ഹേമന്തും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണ് സരോജിനി ഉച്ചയൂണിന് അരി അടുപ്പത്തിട്ടത്. ഊണിന് എത്ര പേർ ഉണ്ടാകുമെന്നറിയാതെ അരി വയ്ക്കുന്നത് മണ്ടത്തരമല്ലേ? നീ 2 ദിവസം കഴിഞ്ഞല്ലേ പോകൂ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹേമന്തിനോട് കുറുപ്പ് ചോദിച്ചു. അല്ല ചാ, നാളെ രാവിലെ ഞാൻ പോകും. ഓഫീസിൽ നിന്ന് വിളി വന്നു. ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ നാളെ വൈകിട്ട് പോയാൽ മതി. ഞാനൊരു പെങ്കൊച്ചിൻ്റെ കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? നാളെ രാവിലെ ചെന്ന് അതിനെ കണ്ടിട്ട് പോയിക്കോ. നിനക്കിഷ്ടപ്പെട്ടാൽ നമുക്കുടനെ കല്യാണം നടത്താം. ഓമനയമ്മ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് അയാൾ ഒരു നിമിഷം ആലോചിച്ചു. എന്തായാലും കല്യാണം കഴിക്കണം. അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തില്ല. ഇത് നാട്ടിൻ പുറത്തുകാരിയാണ്. ചുറ്റിക്കളികളൊന്നും കാണത്തുമില്ല. എന്നാൽ പിന്നെ കണ്ടിട്ട് പോകാം. അമ്മയ്ക്ക് നിർബന്ധമാണേൽ ഞാൻ പോയി പെണ്ണിനെ കാണാം. മനസ്സില്ല മനസ്സ് എന്ന മട്ടിൽ അയാൾ സമ്മതിച്ചു. എന്നാൽ ഞാൻ വിളിച്ച് കൊച്ചമണിയോട് പറയട്ടെ? ശരി, പറ. തുണ്ടത്തിലെ കൊച്ചമണി വകയിൽ ഒരു അമ്മായിയായിട്ട് വരും. 50 കഴിഞ്ഞ സ്ത്രീയാണ്. ബന്ധത്തിലുള്ള ചെറുക്കന്മാരെയും പെൺപിള്ളേരെയും കല്യാണം ആലോചിച്ച് കെട്ടിക്കുക എന്നതാണ് കൊച്ചമണിയുടെ ഹോബി. കാൽക്കാശ് വരുമാനം മോഹിച്ചൊന്നുമല്ല ഈ സേവനം. ഉടൻ തന്നെ കൊച്ചമണിക്ക് ഫോൺ ചെയ്ത് ഓമനമ്മ സംസാരിച്ചു. നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ഞാൻ വരാം ഓമന ചേച്ചി. അവൻ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കാൻ പറ. നേരത്തെ പോയാൽ നേരത്തെ വരാം. പെണ്ണ് കാണുന്ന വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാ. കൊച്ചമണി പറഞ്ഞു. കൊച്ചമണി വരുമ്പം അവൻ റെഡിയായി നിൽക്കും. രാവിലെ ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ മതി. ശരി ചേച്ചി, ഞാൻ വരാം.
ഹേമന്ത് മൊബൈലുമായി അയാളുടെ മുറിയിലേക്ക് പോയി. സുമലതയെ ഒന്ന് വിളിച്ചാലോ? വേണ്ട. ചിലപ്പോൾ ഫോൺ എടുക്കുന്നത് അവളുടെ അച്ഛനോ അമ്മയോ ആങ്ങളെയോ ആണെങ്കിലോ? അവൾ വിളിക്കും, വിളിക്കാതിരിക്കില്ല. അയാൾ പ്രതീക്ഷയോടെ ഇരുന്നു. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ ശ്രീജ നേരെ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത്. രാവിലെ അവിടെ ചെന്ന് എയർ ബാഗ് കവിതയെ ഏൽപ്പിച്ചിട്ടാണ് അവൾ സ്കൂളിലേക്ക് പോയത്. ഇന്ന് കവിതയുടെ വീട്ടിലാണ് താമസം. സെക്കൻഡ് ഷോയ്ക്ക് പ്രസാദ് ചന്ദ്രൻ 3 ടിക്കറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അവൾ ചെന്നപ്പോൾ കവിത തിരക്കിലായിരുന്നു. 5 മണിവരെ നീ ഇവിടെ വെറുതെ കുത്തിയിരിക്കേണ്ട ശ്രീജെ, ഞാൻ താക്കോൽ തരാം, നീ വീട്ടിലേക്ക് ചെല്ല്. അവളെ കണ്ട് കവിത പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക്. ശ്രീജ ഒന്ന് മടിച്ചു. എന്താ, പേടിയുണ്ടോ? അതല്ല, എന്നാൽ വീട്ടിൽ ചെന്നിരിക്കെ, ഞാൻ വരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കി വയ്ക്കണം. അത് ഞാൻ ഏറ്റു. ബാഗിൽ നിന്ന് വീടിൻ്റെ താക്കോലെടുത്ത് കവിത അവളെ ഏൽപ്പിച്ചു. അവൾ എയർ ബാഗും എടുത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്നിറങ്ങി. നടന്നാൽ 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ കവിതയുടെ വീട്ടിലേക്ക്. അവൾ മെല്ലെ നടന്നു. ചായയോടൊപ്പം കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? കവിതേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. ഒറ്റയ്ക്ക് വയ്യ. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ അവൾ കയറി. ഉഴുന്നുവടയും പരിപ്പുവടയും പപ്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പ്രസാദേട്ടന് എന്തായിരിക്കും ഇഷ്ടം? ആലോചിച്ച് നിൽക്കാതെ പരിപ്പുവടയും ഉഴുന്നുവടയും പപ്സും 2 വീതം അവൾ വാങ്ങി. കവിതേച്ചിയും പ്രസാദേട്ടനും ഇഷ്ടമുള്ളത് എടുക്കട്ടെ, തനിക്ക് എന്തായാലും വിരോധമില്ല. കവിതയുടെ വീടിൻ്റെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ ഗേറ്റ് തുറന്നകത്ത് കയറി. 5 മണിയാകാൻ ഇനി 1 മണിക്കൂർ സമയമുണ്ട്. പ്രസാദേട്ടൻ വരണമെങ്കിലും 5 മണി കഴിയണം. അതിനു മുമ്പ് കുളി നടത്താം, എന്നിട്ട് ചായ ഉണ്ടാക്കാം. 3 ബെഡ്റൂമുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പ്രസാദിൻ്റെയും കവിതയുടെയും മാസ്റ്റർ ബെഡ്റൂം, പിന്നെ വേറെ 2 കിടപ്പുമുറികൾ. ആരെങ്കിലും അതിഥികൾ വരുമ്പോഴേ അത് ഉപയോഗിക്കാറുള്ളൂ. ഒരു ബന്ധ ദിവസം അവൾ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് ഇടതുവശത്തെ കിടപ്പുമുറിയിലാണ് കവിത അവൾക്ക് കൊടുത്തത്. ശ്രീജ ആ മുറിയിൽ ചെന്ന് മേശയ്ക്കകത്ത് ബാഗ് വച്ചു. സ്കൂളിൽ പോകുമ്പോൾ സാരിയാണ് വേഷം, സിനിമയ്ക്ക് പോകുമ്പോൾ ചുരിദാർ മതി. പക്ഷേ ഒരു സാരിയും ഒരു ജോഡി ചുരിദാറും അവൾ എയർ ബാഗിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. സാരിയും സ്കർട്ടും ബ്ലൗസും അഴിച്ച് കിടക്കയിലിട്ടിട്ട് അവൾ ബാത്റൂമിൽ ചെന്ന് കുളിച്ചു. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ബാത്റൂം. ഹോസ്റ്റലിലെ ബാത്റൂം ഒരു വകയാണ്. വൃത്തിയുമില്ല, വെളിച്ചവും കുറവാണ്. മാറിന് മീതെ വെച്ച് ടവൽ ഉടുത്തുകൊണ്ട് അവൾ കിടപ്പുമുറിയിലേക്ക് ചെന്നത്. എന്ത് ധരിക്കണമെന്ന് ആലോചിച്ച് അവൾ ഒന്ന് നിന്നു. ചുരിദാർ ഇപ്പോഴേ ധരിക്കണോ അതോ സാരി മതിയോ? സാരി മതിയെന്ന് അവൾ തീരുമാനിച്ചു. പാവടയും ബ്ലൗസും ധരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് കോളിംഗ് ബെൽ മണിയടിച്ചത്. കവിതേച്ചി വന്നിരിക്കുന്നു. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ശ്രീജ ഞെട്ടിപ്പോയി. കവിതയായിരുന്നില്ല വന്നത്, പ്രസാദായിരുന്നു. പാവാടയും ബ്ലൗസും മാത്രം ധരിച്ചു നിൽക്കുന്ന ശ്രീജയെ കണ്ട് അയാളും ഒന്നാമ്പരന്നു. അയാളുടെ നോട്ടം തൻ്റെ മാറിലേക്ക് വന്ന് വീഴുന്നത് കണ്ട് അവൾ പെട്ടെന്ന് കൈകൾ രണ്ടും നെഞ്ചിന് കുറുകെ വെച്ചു. ശ്രീജ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അവൾ പെട്ടെന്ന് കിടപ്പുമുറിയിലേക്ക് ഓടിച്ചെന്ന് വാതിലടച്ചു. മോശമായി പോയി. പ്രസാദേട്ടൻ എന്ത് വിചാരിച്ചു കാണും? അവൾക്ക് ലജ്ജയും ചമ്മലും ഒരേ സമയം അനുഭവപ്പെട്ടു. ഇനി പ്രസാദേട്ടൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? അവൾ വേഗം സാരി എടുത്തു. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്ന് കവിതേച്ചി വരാറായി, ചായ ഉണ്ടാക്കണം. അവൾ സ്റ്റൗ കത്തിച്ച് ചായപാത്രത്തിൽ വെള്ളം എടുത്ത് വച്ചപ്പോൾ പിന്നിലെ ഒരു കാൽപെരുമാറ്റം കേട്ടു. പ്രസാദേട്ടൻ. ശ്രീജ നേരത്തെ വന്നായിരുന്നോ? അയാൾ സാധാരണ മട്ടിൽ ചോദിച്ചു. സ്കൂൾ വിട്ടപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നായിരുന്നു. അന്നേരം കവിതേച്ചി പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ. താക്കോലും തന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ പറഞ്ഞത്. ഓഫീസിൽ നിന്ന് ജോലി കുറവായിരുന്നു, അതുകൊണ്ട് ഞാനും നേരത്തെ ഇറങ്ങി. ഹേമന്ത് വിളിച്ചായിരുന്നു നിന്നെ? ഇല്ല. തിരിഞ്ഞു നോക്കാതെയാണ് അവൾ മറുപടി പറഞ്ഞത്. അവൻ നാളെ വരുമെന്നാണ് നേരത്തെ പറഞ്ഞത്. കുറച്ച് മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞു മറ്റന്നാളെ വരുമെന്ന്. അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് ഈ ചായക്ക് ഇത്തിരി കടുപ്പം കൂടിക്കോട്ടെ കേട്ടോ. പ്രസാദ് തിരിച്ചു പോകുന്ന കാലടി ശബ്ദം കേട്ടപ്പോഴാണ് ശ്രീജയ്ക്ക് സമാധാനമായത്. എന്നാലും പാവാടയും ബ്ലൗസുമായി നിന്നാൽ തന്നെ പ്രസാദേട്ടൻ കണ്ടല്ലോ. വയറൊക്കെ കണ്ടു കാണും. വയറ് മാത്രമോ? നാണക്കേടായിപ്പോയി. ശ്രീജ ചായയിട്ട് കഴിഞ്ഞപ്പോഴേക്ക് കവിത വന്നു. ഒരു പ്ലേറ്റിൽ പരിപ്പുവടയും ഉഴുന്നുവടയും പപ്സും എടുത്തു വെച്ച് അവൾ ഊണുമുറിയിലേക്ക് ചെന്നു. എന്തൊക്കെയാ ശ്രീജ നീ വാങ്ങിച്ചുകൊണ്ട് വന്നത്? കവിത അത്ഭുതപ്പെട്ടു. ചേച്ചിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അവൾ പറഞ്ഞു. കവിത പഫ്സ് എടുത്തു. പ്രസാദ് ഒരു ഉഴുന്നുവടയും ഒരു പരിപ്പുവടയും എടുത്തു. കണ്ടില്ലേ, ഞാനും ശ്രീജയും സെയിം. നീ മാത്രം, പ്രസാദ് കളിയാക്കി. എനിക്കതിനൊരു വിഷമവുമില്ല പ്രസാദേട്ടാ, കവിത പറഞ്ഞു. ശ്രീജയുടെ മുഖം അറിയാതെ ഒന്ന് തൊടുത്തു. ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് കവിതേച്ചിയോട് പ്രസാദേട്ടൻ പറയുമോ എന്നായിരുന്നു അവളുടെ പേടി. കളിയും ചിരിയുമായി അവർ ചായ കുടിച്ചു. 8:45 പടം തുടങ്ങും. നമുക്ക് 8:15 എവിടെ നിന്ന് ഇറങ്ങണം? പ്രസാദ് പറഞ്ഞു. അപ്പോൾ 7:30 ഭക്ഷണം കഴിക്കണം അല്ലേ? കവിത ചോദിച്ചു. അതെ, സീറ്റ് കിട്ടില്ലെന്ന് പേടി വേണ്ട, ടിക്കറ്റ് റിസർവ് ചെയ്തതല്ലേ. കവിതയും പ്രസാദ് നേരത്തെ കുളിച്ച് റെഡിയായി. 7:30 3 പേരും ഭക്ഷണം കഴിച്ചു. തിയേറ്ററിലേക്ക് പോകുമ്പോൾ കാറിൻ്റെ മുൻ സീറ്റിലാണ് പ്രസാദും കവിതയിരുന്നത്. ശ്രീജ ഒറ്റയ്ക്ക് പിന്നിലും. നല്ല സിനിമയായിരുന്നു. പടം 3 പേർക്കും ഇഷ്ടപ്പെട്ടു. വീട്ടിൽ വന്നപ്പോൾ 11:30 പ്രസാദും കവിതയും അവരുടെ മുറിയിൽ കയറി വാതിലടച്ചു. ശ്രീജ അവളുടെ മുറിയിലും. സ്ഥലം മാറി കിടക്കുന്നതുകൊണ്ട് അവൾക്ക് പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. പിന്നെ എപ്പോഴോ ഉറങ്ങി. പാതി ഉറക്കത്തിലാണ് വാതിലിൽ ആരോ മുട്ടുന്ന പോലെ അവൾക്ക് തോന്നിയത്.
കണ്ണു തുറന്ന് കിടന്ന് കാതോർത്തു. അതെ, വാതിലിൽ മുട്ട് കേൾക്കുന്നു. അവൾ എഴുന്നേറ്റ് ലൈറ്റിട്ട് കതക് തുറന്നു. വെളിയിൽ പ്രസാദ് നിൽക്കുന്നുണ്ടായിരുന്നു. പ്രസാദിനെ കണ്ട് ശ്രീജ ഒന്ന് ഞെട്ടി. കവിതേച്ചിയെ ഉറക്കി കിടത്തിയിട്ട് എഴുന്നേറ്റ് വന്നതാണോ പ്രസാദേട്ടൻ? അവളുടെ തൊണ്ട വരണ്ടു. ശ്രീജ നല്ല ഉറക്കത്തിലായിരുന്നു അല്ലേ? അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. കവിത നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ വന്ന് വിളിച്ചുണർത്തിയത്. വിളിക്കണ്ട, പാവ ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും അവൾ സമ്മതിച്ചില്ല. പ്രസാദ് പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായില്ല. കവിതേച്ചിയുടെ അറിവും സമ്മതത്തോടെയുമാണോ പ്രസാദേട്ടൻ? ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ കവിതയ്ക്ക് ചെറിയ വയറുവേദന ഉണ്ടായിരുന്നു. പീരീഡ്സ് എടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതും അവ തന്നെയാണെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ എന്താ, കുറവില്ലേ വയറുവേദന? പെട്ടെന്ന് അവൾക്ക് കാര്യം മനസ്സിലായി. കവിതേച്ചിക്ക് സുഖമില്ല. വയറ്റത്തുനിന്ന് ചൂട് വെച്ചാൽ വേദന കുറയുമെന്ന് അവൾ പറയുന്നത്. ഗ്യാസ് ആയിരിക്കും അത്രേ. ഞാൻ വെള്ളം ചൂടാക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല. ശ്രീജയെ വിളിക്കാൻ അവൾ പിന്നെയും പിന്നെയും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ... അയ്യോ, എന്നോട് പറയാൻ എന്തിനാ പ്രസാദേട്ട മടിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയും സ്വന്തം അനിയത്തിയല്ലേ ഞാൻ? അവൾ വേഗം കവിതയുടെ അടുത്തേക്ക് ചെന്നു. കട്ടിലിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു കവിത. വലത് കൈ വയറിൽ അമർത്തി പിടിച്ചിരിക്കുന്നു. ചേച്ചി, എന്താ എന്നെ നേരത്തെ വിളിക്കാഞ്ഞേ? പ്രസാദേട്ട വന്ന് പറഞ്ഞപ്പോഴാ. എന്താ ഞാൻ ചെയ്യണ്ടേ? കിടക്കയിൽ അടുത്തിരുന്നുകൊണ്ട് ശ്രീജ ചോദിച്ചു. സഹിക്കാൻ വയ്യാത്ത വയറുവേദന ശ്രീജയെ. എനിക്കിത്തിരി ചൂടുവെള്ളം കുടിക്കണം. കുറച്ച് കാപ്പി ഉണ്ടാക്കി തരാമോ? കട്ടൻ മതി. ഇപ്പോൾ കൊണ്ടുവരാം ചേച്ചി. അവൾ ചാടി എഴുന്നേറ്റു. ഒരു കുപ്പിയിൽ കുറച്ച് ചൂടുവെള്ളം നിറച്ച് തരണേ. വയറ്റത്ത് ചൂട് വയ്ക്കാനാ. ശരി ചേച്ചി. എല്ലാം കേട്ടുകൊണ്ട് പ്രസാദ് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീജ വേഗം കിച്ചണിലേക്ക് പോയി. ഇതൊക്കെ ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ കവിതയെ, എന്തിനാ വെറുതെ? അയാൾ പറഞ്ഞു. പ്രസാദേട്ട ഇന്ന് വരെ സ്വന്തമായി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടോ? പരിചയമില്ലാതെ അടുക്കളയിൽ കയറിയാൽ തിളച്ച വെള്ളം കയ്യിലോ മറ്റോ വീണാൽ പിന്നെ അത് മതി. ബാക്കി പറയാൻ പറ്റാതെ കവിത ഇരു കൈകൾ കൊണ്ടും വയറിൽ അമർത്തി പിടിച്ചു. പ്രസാദ് കിടക്കയിലേക്ക് ഇരുന്ന് അവളുടെ വയർ അമർത്തി കൊടുത്തു. പോരാ, നല്ല ശക്തിയോടെ അമർത്ത്, അവൾ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ ഭയന്നു. അധികം ബലം പ്രയോഗിച്ചാൽ വയറിനുള്ള അവയവങ്ങൾക്ക് ക്ഷതം പറ്റില്ലേ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, അതാ നല്ലത്, അയാൾ പറഞ്ഞു. വേണ്ട പ്രസാദേട്ടാ, അവർ ആവശ്യമില്ലാത്ത മരുന്നൊക്കെ എനിക്ക് തരും. അത് ഇതിനേക്കാൾ ആപത്താ. ഇത് ഗ്യാസ് കയറിയതാ, അല്ലാതൊന്നുമല്ല. ചൂട് വെച്ചാൽ മാറും. ശ്രീജ പെട്ടെന്ന് ഒരു ഗ്ലാസ് ആവി പറക്കുന്ന കാപ്പിയുമായി വന്നു. ഇത് കുടിക്കു ചേച്ചി. കവിതയെ പ്രസാദ് എഴുന്നേൽപ്പിച്ചിരുത്തി. ശക്തിയില്ലാത്തത് കാരണം അവൾ അയാളുടെ ശരീരത്തിലേക്ക് ചാരിയാണിരുന്നത്. ശ്രീജയുടെ കയ്യിൽ നിന്ന് കാപ്പി വാങ്ങി അയാൾ അവളെ സാവധാനം കുടിപ്പിച്ചു. വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ടോ ശ്രീജ? ഇടയ്ക്ക് കവിത ചോദിച്ചു. ഉണ്ട് ചേച്ചി. പ്രസാദേട്ട, ഒരു കുപ്പി എടുത്ത് കൊടുക്കാം. ഭാര്യയും ഭർത്താവുമായാൽ ഇങ്ങനെ വേണം. എത്ര കരുതലോടെയാണ് പ്രസാദേട്ടൻ കവിതേച്ചിയെ താങ്ങി പിടിച്ച് ഇരുത്തുന്നത്. ഇതുപോലൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യയ്ക്കും ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകും. ഹേമന്തും ഇങ്ങനെയായിരിക്കുമോ? ശ്രീജ കിച്ചണിലേക്ക് ചെന്നു. സ്റ്റൗവിൽ വെച്ച ചരുവത്തിൽ വെള്ളം തിളച്ചു മറിയുന്നു. അവൾ ബർണറിൻ്റെ നോബ് താഴ്ത്തി വെച്ചു. ഇനിയൊരു കുപ്പി വേണമല്ലോ. അവൾ കിച്ചൺ ഷെൽഫ് തുറന്നു നോക്കി. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ ഉരുകിപ്പോകും. ഗ്ലാസിൻ്റെ കുപ്പിയാണ് വേണ്ടത്. അവൾ ചിന്തിച്ച് നിൽക്കുമ്പോൾ കൈകൾ പിന്നിൽ നിന്ന് മറച്ചു പിടിച്ച് നേരിയ ചമ്മലോടെ പ്രസാദ് വന്നു. പ്രസാദേട്ടാ, കുപ്പി കിട്ടിയില്ല. കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടെവിടെ? മറച്ചു പിടിച്ച കൈ അയാൾ മെല്ലെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു. ഒഴിഞ്ഞ ഒരു വിസ്കി കുപ്പിയായിരുന്നു കയ്യിൽ. അമ്പള വീര, അപ്പോൾ ഇത്തരം പരിപാടിയുണ്ട് അല്ലേ? അവൾ അത്ഭുതഭാവത്തിൽ ചോദിച്ചു. ഏയ്, ഞാൻ കുടിക്കാറൊന്നുമില്ല. ചില ഫ്രണ്ട്സ് വരുമ്പം അവരെ സൽക്കരിക്കാൻ വേണ്ടി മേടിക്കുന്നതാ. കള്ളം. ഇത് മുഴുവൻ കുടിച്ചു തീർത്തത് പ്രസാദേട്ടന. അവൾ സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. സംശയമുണ്ടായാൽ നീ കവിതയോട് ചോദിച്ചു നോക്ക്. സത്യമായി ഞാൻ പറഞ്ഞത്. ശങ്കരനൊത്ത ചക്കിയല്ലേ കവിതേച്ചി. ഭർത്താവിൻ്റെ മാനം രക്ഷിക്കാൻ എന്ത് നുണയും പറയും. അതുപോട്ടെ, കുപ്പിതാ. അയാളുടെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി അവൾ ടാപ്പിൻ്റെ ചൂട്ടിൽ പിടിച്ച് വൃത്തിയായി കഴുകിയെടുത്തു. എന്നിട്ടും ചെറിയ മണമുണ്ടായിരുന്നു വിസ്കിയുടെ. കുപ്പി നിറയെ ചൂടുവെള്ളം നിറച്ച് അവൾ കവിതയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി, ചൂട് വയ്ക്കട്ടെ? കവിത നൈറ്റിയാണ് ധരിച്ചിരുന്നത്. ശ്രീജ നൈറ്റിയുടെ മുകളിലൂടെ വയറ്റത്ത് കുപ്പി വെച്ച് മെല്ലെ ഉരുട്ടി. നല്ല ചൂടുണ്ടായിരുന്നു വെള്ളത്തിന്. അയ്യോ, പൊള്ളിയത് പോലെ അവൾ പെട്ടെന്ന് വിളിച്ചു. ചൂട് കൂടുതലാണോ? ഞെട്ടലോടെ ശ്രീജ ചോദിച്ചു. അല്ല, ഇത്രയും ചൂട് വേണം. അവൾ കവിതയുടെ വയറിന് മീതെ കുപ്പി വെച്ച് അമർത്തി. താഴേക്ക് മുകളിലേക്ക് മെല്ലെ ഉരുട്ടി. കുപ്പിയുടെ ചൂട് കുറഞ്ഞതോടെ കവിതയുടെ വയറുവേദനയും കുറഞ്ഞു. ഇപ്പം നല്ല ആശ്വാസമുണ്ട്, അവൾ പറഞ്ഞു. ശ്രീജ പുഞ്ചിരിച്ചു. പ്രസാദേട്ടൻ വരാൻ പറയണോ? അയാൾ സ്വീകരണ മുറിയിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ പോയിക്കോ, കവിത പറഞ്ഞു. അയ്യോ, അതല്ല ചേച്ചി. ഭർത്താവ് അടുത്ത് വന്നിരുന്നാൽ കുറച്ചുകൂടെ സുഖം കിട്ടുമല്ലോ. അത് നിനക്കങ്ങനെ അറിയാം? ചിരിച്ചുകൊണ്ട് കവിത ചോദിച്ചു. അതങ്ങനെയല്ലേ. ഏറ്റവും പ്രിയപ്പെട്ട ആൾ അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു സുഖമല്ലേ അത്? പക്ഷെ ശ്രീജേ, നീ അടുത്തുണ്ടെങ്കിലും അതൊരു സുഖമാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ സഹോദരിമാർ ആയിരുന്നെന്നാണ്. ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം അടുത്തതും സ്നേഹിച്ചതും. എനിക്ക് ചേച്ചിയില്ല, അനിയത്തിയുമില്ല. ആ നഷ്ടം നികത്താൻ വേണ്ടിയാണ് ദൈവം നമ്മളെ രണ്ടുപേരെയും കണ്ടുമുട്ടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു.
ശരിയാ, എന്തായാലും നീ ഇനി ഉറക്കം ഒഴിയണ്ട, ചെന്ന് കിടക്ക്. നാളെ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാനുള്ളതല്ലേ. ശരി ചേച്ചി. ശ്രീജ എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി. അപ്പോഴും സ്വീകരണ മുറിയിൽ മാസിക മറിച്ചു നോക്കി പ്രസാദ് ഇരിക്കുന്നുണ്ടായിരുന്നു. വയറുവേദന കുറഞ്ഞു, പ്രസാദേട്ടൻ ചെല്ലാൻ പറഞ്ഞു കവിതച്ചി, ശ്രീജ അയാളോട് പറഞ്ഞു. ഇത്ര വേഗം കുറഞ്ഞോ? ശ്രീജ എന്ത് മാജിക്കാ പ്രയോഗിച്ചത്? കളിമട്ടിൽ അയാൾ ചോദിച്ചു. മാജിക്കൊന്നുമല്ല, ചൂട് പിടിച്ചപ്പോൾ വയറിനുള്ളിലെ ഗ്യാസ് പോയി കാണും, അതാ. ഇതുപോലെ ഇടയ്ക്കൊക്കെ വന്ന് കവിതച്ചയെ സുഖപ്പെടുത്തണം കേട്ടോ. പറഞ്ഞാൽ മതി, ഞാൻ വരാം. അവളും ചിരിച്ചു. ശ്രീജ അവളുടെ മുറിയിൽ ചെന്ന് വാതിലടച്ചപ്പോൾ കവിതയുടെ അടുത്തേക്ക് പ്രസാദ് ചെന്നു. നല്ല കുറവുണ്ട് പ്രസാദേട്ടാ, അയാളെ കണ്ട് അവൾ പറഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒന്ന് കാണുന്നതിൽ തെറ്റില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല പ്രസാദേട്ടാ. ലൈറ്റ് അണച്ചോട്ടെ? ലൈറ്റ് അണച്ചിട്ട് അയാൾ അവളുടെ അടുത്ത് കിടന്നു. ശ്രീജ ഇന്ന് ഇവിടെ ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പ്രസാദേട്ടൻ കുറച്ച് പ്രയാസപ്പെട്ടേനെ. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? അവളെ കൂടി ഇവിടെ താമസിപ്പിക്കാം, നിനക്കൊരു സഹായവുമാകുമല്ലോ. കവിത പെട്ടെന്ന് അയാളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. കാര്യമായിട്ടാണോ പ്രസാദേട്ടൻ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. വേണ്ട കവിതേ, എന്തായാലും അവളെ ഹേമന്ത് ഉടൻ കല്യാണം കഴിക്കുമല്ലോ. അതുവരെ അവൾ ഹോസ്റ്റലിൽ നിൽക്കട്ടെ. അതും ശരിയാ പ്രസാദേട്ടാ. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. രാവിലെ 8 മണിയായപ്പോഴേക്ക് ഹേമന്ത് കുളിച്ച് തയ്യാറായി നിന്നു. ആദ്യം അയാൾ മുണ്ടും ഷർട്ടുമാണ് ധരിച്ചത്. മുണ്ട് വേണ്ട, പാൻസിട്ട് പോയാൽ മതി. അതുകൊണ്ട് ഓമനിയമ്മ പറഞ്ഞു. അതെന്താ? ഇത് ടൗണൊന്നുമല്ലല്ലോ, നാട്ടിപ്പുറമല്ലേ. നമ്മുടെ നാട്ടിൽ മുണ്ട് പോരെ അമ്മേ. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പാൻസ് ഇടുന്ന ആണുങ്ങളെയാടാ ഇഷ്ടം. നീ പാൻസ് ഇട്ടാൽ മതി. മുണ്ട് മാറ്റി അയാൾ പാൻസ് ധരിച്ചു. നാട്ടിപ്പുറത്തുകാരിക്ക് ഇഷ്ടപ്പെടാതെ വരണ്ട. അല്പനേരം കഴിഞ്ഞപ്പോൾ കൊച്ചമണി വന്നു. 50 കഴിഞ്ഞ വെളുത്തു തടിച്ച ഒരു സ്ത്രീയായിരുന്നു കൊച്ചമണി. സെറ്റ് മുണ്ട് വേഷം, നെറ്റിയിൽ വലിയ പൊട്ടും അതിനു മീതെ ചന്ദനക്കുറിയും. കൊച്ചമണി ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്? ഓമനേമ്മ തിരക്കി. ചായ കുടിച്ചതാ ചേച്ചി, എന്നാലും ഒന്നുകൂടി ആവാം. ചായയും ഇഡ്ഡലിയും കഴിച്ചിട്ടാണ് ഹേമന്തിനെയും കൊണ്ട് കൊച്ചമണി പോയത്. 8 കിലോമീറ്റർ അകലെയുള്ള ഒരു നാട്ടിൻപുറം. ബസ്സിലാണ് അവർ പോയത്. റോഡിൽ നിന്നിറങ്ങി അല്പദൂരം നാട്ടുവഴിയിലൂടെ നടക്കണം. ഗ്രാമപ്രദേശമായതുകൊണ്ട് വലിയ പറമ്പുകളും നിറയെ വൃക്ഷങ്ങളും അവിടെ ഇവിടെയായി ഓരോ വീടും മാത്രം. ഒടുവിൽ അവർ സാമാന്യം ഭേദപ്പെട്ട ഒരു വീടിൻ്റെ മുന്നിലെത്തി. ഓടിട്ട വീടായിരുന്നു അത്. മുൻവശത്തെ പടിപ്പുര, മുറ്റത്ത് ആറ്റുമണൽ വിരിച്ചിരിക്കുന്നു. ഇതാണ് ശിവശങ്കറിൻ്റെ വീട്. ഇഷ്ടപ്പെട്ടോടാ? കൊച്ചമണി ചോദിച്ചു. വീട് ഇഷ്ടപ്പെട്ടു. ഹേമന്ത് തലകുലുക്കി. അവർ മുറ്റം മുറിച്ചു കടന്ന് പൂമുഖത്തെത്തി. ആരുമില്ല ഇവിടെ? കൊച്ചമണി വിളിച്ചു ചോദിച്ചു. പെട്ടെന്ന് തല നരച്ചു തുടങ്ങിയ ഒരു പുരുഷൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. നല്ല ഉയരം, വെളുത്ത നിറം, മുണ്ടും ഷർട്ടും വേഷം. പെണ്ണിൻ്റെ അച്ഛനായിരിക്കും. എങ്കിൽ പെണ്ണും സുന്ദരി തന്നെയായിരിക്കും, ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. അല്ല, കൊച്ചമണി വന്നോ? ഞാൻ കരുതി പത്തരയോടെ ഗോമതിക്കേ വരുന്നു, ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. 10ൻ്റെ മുരുകൻ കിട്ടി, ഞങ്ങൾ അതിലിങ്ങ് പോന്നു. ശിവശങ്കരൻ കൗതുകത്തോടെ ഹേമന്തിനെ ഒന്ന് നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് പയ്യനെ ബോധിച്ചു. കാർത്തികയ്ക്ക് യോജിച്ച പയ്യൻ. വന്നാട്ടെ, ഇരിക്കാം, അയാൾ ക്ഷണിച്ചു. ചെരുപ്പഴിച്ചു വെച്ചിട്ട് രണ്ടുപേരും പൂമുഖത്തേക്ക് കയറി. പേരെന്താണെന്നാ പറഞ്ഞത്? ഹേമന്ത്. നല്ല പേര്, ശിവശങ്കരൻ മനസ്സിലോർത്തു. എവിടെ ജോലി? ജോലിയെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചുമൊക്കെ ഹേമന്ത് ചെറിയ വിവരണം കൊടുത്തു. എനിക്ക് 2 മക്കളാണ്, കാർത്തികയും മോഹനും. മോഹൻ കോളേജിലാ, BSc. അവൻ രാവിലെ പോയി. മോൾ BA പാസ്സായി നിൽക്കുക. ഇനി പഠിക്കണമെന്ന അവളുടെ ആഗ്രഹം. വയസ്സ് 21 ആയില്ലേ, കല്യാണം കഴിപ്പിച്ചിട്ട് മതി ബാക്കി കാര്യമെന്ന അവളുടെ അമ്മയുടെ നിർബന്ധം, ശിവശങ്കരൻ പറഞ്ഞു. പണ്ടൊക്കെ 18 വയസ്സ് തികഞ്ഞ പെൺപിള്ളേരെ കെട്ടിക്കും. 17 വയസ്സിൽ പെറ്റവളാ ഞാൻ, കൊച്ചമണി പറഞ്ഞു. പെട്ടെന്ന് കാർത്തികയുടെ അമ്മ വെളിയിലേക്ക് വന്നു. നല്ല ഐശ്വര്യമുള്ള സ്ത്രീ, സെറ്റുമുണ്ടായിരുന്നു വേഷം. ഇതാ ജാനകി, നമ്മുടെ പയ്യൻ. ഹേമന്തിനെ അവർക്ക് കൊച്ചമണി പരിചയപ്പെടുത്തി കൊടുത്തു. ഹേമന്തിനെ നോക്കി ജാനകി സന്തോഷത്തോടെ ചിരിച്ചു. എന്നാൽ ചായ കുടിച്ചിട്ട് ഇരിക്കാമായിരുന്നു, ജാനകി പറഞ്ഞു. ആവട്ടെ, സമയം കളയണ്ട, കൊച്ചമണി സമ്മതിച്ചു. അകത്തോട്ടിരിക്കാം. ഊണുമുറിയിലേക്കാണ് ശിവശങ്കരൻ അവരെ കൊണ്ടുപോയത്. ഡൈനിങ് ടേബിളും 6 കസേരയും. മേശപ്പുറത്ത് കായ വറുത്തതും പൂവൻ പഴവും മുറുക്കും ലഡുവുമൊക്കെ നിരത്തി വെച്ചിരുന്നു. ഇരുന്നാട്ടെ. ഹേമന്തും കൊച്ചമണിയായിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണുകാണലാണ്. അതിൻ്റെ സുഖവും സംരംഭവും അയാൾക്ക് അനുഭവപ്പെട്ടു. മോൾ വരാൻ പറ ജാനകി. അപ്പോൾ ഒരു ട്രേയിൽ 3 ഗ്ലാസ് ചായയുമായി കാർത്തിക മന്ദം മന്ദം ഊണുമുറിയിലേക്ക് വന്നു. ചുരിദാറായിരുന്നു അവളുടെ വേഷം. ഹേമന്ത് കണ്ണിമയ്ക്കാതെ അവളെ നോക്കിയിരുന്നു. ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ എന്തൊരു സുന്ദരമായ മുഖം. ചുമലുകൾ നിറഞ്ഞു കവിയുന്ന മുടി, വലിയ കണ്ണുകൾ, ഭംഗിയുള്ള ചുണ്ടുകൾ, വലിയ താമരമുട്ടുകൾ പോലെയുള്ള. ഹേമന്ത് പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു. അവൾ ചായ കൊണ്ടുവന്ന് ഹേമന്തിനും കൊച്ചമണിക്കും ശിവശങ്കരനും കൊടുത്തു. ഇതാണ് എൻ്റെ മോൾ കാർത്തിക, ശിവശങ്കരൻ പറഞ്ഞു. ജാനകി വന്ന് അവളുടെ അടുത്ത് നിന്നു. മോളെ, ഹേമന്തിനെ ശരിക്ക് കണ്ടോ? പിന്നെ കല്യാണത്തിനെ കാണാൻ കിട്ടും, കൊച്ചമണി പറഞ്ഞു. കാർത്തിക മെല്ലെ മുഖമുയർത്തി ഹേമന്തിനെ ഒന്ന് നോക്കി. അയാളുടെ മുഖം കണ്ടതോടെ അവളുടെ മനസ്സിൽ പൂമഴ പെയ്തു. സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ മാറിത്തരാം, കൊച്ചമണി പറഞ്ഞു. അയ്യോ, ഒന്നും സംസാരിക്കാനില്ല, കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞല്ലോ, ഹേമന്ത് പറഞ്ഞു. എന്നാലും എന്തെങ്കിലും ഒന്ന് ചോദിക്കേ മോനെ. BAക്ക്
എന്തായിരുന്നു സബ്ജക്റ്റ്? ഹേമന്ത് ചോദിച്ചു. ഹിസ്റ്ററി, അവൾ പറഞ്ഞു. നല്ല തേനൂറുന്ന സ്വരം. ഇനി വേറൊന്നും കേൾക്കണ്ട, വേറൊന്നും അറിയണ്ട. ചായ കുടിച്ചിട്ട് അവർ എഴുന്നേറ്റു. അവൾ വീണ്ടും പൂമുഖത്തേക്ക് വന്നു. മോനെ, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? രഹസ്യമായി കൊച്ചമണി ചോദിച്ചു. ഇഷ്ടപ്പെട്ടു ചേച്ചി, എനിക്ക് കുട്ടിയെ മതി. ഇപ്പം തന്നെ അവരോട് പറഞ്ഞേക്ക്, ഹേമന്ത് പറഞ്ഞു. കൊച്ചമണി പുഞ്ചിരിച്ചു. അവർ ശിവശങ്കറിൻ്റെയും ജാനകിയുടെയും അടുത്തേക്ക് ചെന്നു. പയ്യന് മോളെ ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളുടെ അഭിപ്രായം അറിയണം. പയ്യനെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, ശിവശങ്കരൻ പറഞ്ഞു. അപ്പോൾ കല്യാണം നടത്താം അല്ലേ? നടത്താം. ഹേമന്ത് എല്ലാം കേട്ട് ഒരു സ്വപ്നത്തിലെന്ന പോലെ നിന്നു. പക്ഷെ കൊച്ചമണി, പയ്യന് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ പെണ്ണിനെ? അവൻ്റെ അച്ഛനും അമ്മയും കൂടി വന്ന് മോളെ ഒന്ന് കാണട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിച്ചാൽ പോരെയോ? ശിവശങ്കരൻ ഒരു സംശയം അറിയിച്ചു. ഹേമന്ത് ഒരേയൊരു മോന ചേട്ടാ. അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ അവർക്കും ഇഷ്ടപ്പെടും. അതിലൊരു മാറ്റമില്ല, കൊച്ചമണി പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കും സന്തോഷം. എന്താണ് ഇനി അടുത്ത നീക്കം? സൗകര്യം പോലെ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് വരണം. പയ്യൻ്റെ വീടും ചുറ്റുപാടും നേരിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കല്യാണം ഉറപ്പിക്കാം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം, ശിവശങ്കരൻ ഏറ്റു. ഹേമന്ത് വെളിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. കൊച്ചമണിയും ശിവശങ്കരനും അയാളുടെ അടുത്തേക്ക് ചെന്നു. ഹേമന്തിന് എന്നുവരെയാ ലീവ്? ശിവശങ്കരൻ ചോദിച്ചു. നാളെ രാവിലെ പോകണം. ഓഫീസിൽ നിന്ന് ഇപ്പം തന്നെ 2 വിളി വന്നു, ഭവ്യതയോടെ ഹേമന്ത് പറഞ്ഞു. എന്നാൽ മോൻ ചെല്ല്, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അച്ഛനമ്മമാർ ചേർന്ന് തീരുമാനിച്ചോളാം, ശിവശങ്കരൻ പറഞ്ഞു. ശരി അച്ഛാ. ഹേമന്തും കൊച്ചമണിയെ യാത്ര പറഞ്ഞിറങ്ങി. ഗേറ്റിനടുത്തെത്തിയപ്പോൾ അയാൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. തെക്കേ മുറ്റത്തുണ്ടായിരുന്ന കിളിമരച്ചുവട്ടിൽ കാർത്തിക നിൽക്കുന്നു. അയാൾ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ട് അവൾ ലജ്ജയുടെ മുഖം കുനിച്ചു. കൊച്ചമണിയൊന്ന് ഓറിച്ചിരിച്ചു. കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ മനസ്സിലല്ലോടാ മോനെ നിനക്ക്. നല്ല കുട്ടിയാ കൊച്ചമണി ചേച്ചി, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അവളെ. അങ്ങനെയൊന്നും അവരോട് പറയാൻ പാടില്ല. അതിൽ ചെറിയൊരു കുഴപ്പമുണ്ട്, കൊച്ചമണി മുന്നറിയിപ്പ് കൊടുത്തു. അതെന്താ? അങ്ങനെ പറഞ്ഞാൽ നീ ചുമ്മാതെ അങ്ങ് കെട്ടിക്കൊണ്ട് പോകുമെന്ന് അവർ വിചാരിക്കും. വല്ല നക്കാപ്പിച്ച കാശും തരും, കുറച്ച് പൊന്നും തരും. അങ്ങനെയാണോ? അയാൾ അത്ഭുത ഭാവത്തിൽ ചോദിച്ചു. പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്നത് മേടിച്ചുകൊണ്ട് നീ പോകുമെന്ന് അവർ വിചാരിക്കത്തില്ലേ? നമ്മൾ വലിയ താല്പര്യം കാണിക്കാതിരുന്നാൽ തരാമെന്ന് വിചാരിക്കുന്നതിലും കൂടുതൽ എവിടുന്നെങ്കിലും ഉണ്ടാക്കി തരും. അയ്യോ, അതെനിക്കറിയില്ലായിരുന്നു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയല്ലോ ചേച്ചി. അയാൾ വിഷണ്ണനായി. അത് സാരമില്ല, നമുക്ക് വേറെയും ആലോചന വന്നിട്ടുണ്ടെന്ന് ഞാൻ ശിവശങ്കരനോട് പറഞ്ഞോളാം. അച്ഛൻ ഗൾഫിൽ എഞ്ചിനീയർ, ഒറ്റമോൾ, അതിസുന്ദരി, നാട്ടിൽ 4 ഏക്കർ പറമ്പും 2 നില വീടും. അവർ നിന്നെ ചൂണ്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാണാൻ കൊള്ളാവുന്ന സൽസ്വഭാവിയായ ഒരു പയ്യൻ വേണമെന്നേ അവർക്ക് നോട്ടമുള്ളൂ. കേട്ടിട്ട് കൊതിയാവുന്നു. അങ്ങനെ ഒരു പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടോ ചേച്ചി? പോടാ. ശിവശങ്കറിനെ എരിക്കയറ്റാൻ വേണ്ടി ഞാൻ ഇടാൻ പോകുന്ന നമ്പറല്ലയോ അത്. അവർ നിൻ്റെ വീട്ടിൽ വരും, അന്നേരം ഞാൻ പറഞ്ഞോളാം. താങ്ക്സ് ചേച്ചി. താങ്ക്സ് മാത്രം പോരാ മോനെ, എൻ്റെ ഫീസ് ഞാൻ പറയും, അത് തന്നേക്കണം. അയ്യോ ചേച്ചി, ബ്രോക്കർ ഫീസ് മേടിക്കത്തില്ലെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ചോദിക്കാതെ തരുന്നതൊക്കെ ഞാൻ മേടിക്കും മോനെ. ഉച്ചയ്ക്ക് മുമ്പ് അവർ ഹേമന്തിൻ്റെ വീട്ടിലെത്തി. പെണ്ണിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കാണാൻ നല്ല പെണ്ണാ കുറുപ്പ് ചേട്ടാ. എന്തായാലും അവരിങ്ങോട്ട് വരും, അന്നേരം ബാക്കി കാര്യങ്ങൾ സംസാരിക്കണം. അവർ വരുമ്പോൾ ഞാനും വരാം. കൊച്ചമണി എന്തായാലും വരണം. എന്നെക്കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ വരാമെന്നേ. കൊച്ചമണി കൈ കഴുകു, ചോറിട്ടിട്ട് പോയാൽ മതി, ഓമനമ്മ ക്ഷണിച്ചു. കൊള്ളാം, ഊണ് കഴിക്കാതെ ഞാൻ പോകുമോ? നല്ല വിശപ്പുണ്ട്. ഊണ് കഴിക്കുന്നതിനിടയിലാണ് പെണ്ണ് കാണാൻ പോയ വിശേഷങ്ങൾ കൊച്ചമണി വിശദമായി കുറുപ്പിനോടും ഓമനയമ്മയോടും പറഞ്ഞത്. 2 പേർക്കും വലിയ സന്തോഷമായി. എന്നാൽ പിന്നെ ഉടൻ തന്നെ നമുക്ക് കല്യാണം അങ്ങ് നടത്താം. നമുക്കിവിടെ തടസ്സമൊന്നുമില്ലല്ലോ, കുറുപ്പ് പറഞ്ഞു. അടുത്ത ആഴ്ച അവരിങ്ങോട്ട് വരാൻ പറയാം, അന്നേരം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമല്ലോ, കൊച്ചമണി പറഞ്ഞു. ആ കുട്ടി ഇവിടെ വന്നാൽ വയസ്സുകാലത്ത് ഞങ്ങൾക്കൊരു കൂട്ടായി. മിണ്ടാനും പറയാനും ഞങ്ങൾക്കൊരു ആളിനെ കിട്ടുമല്ലോ. അതായിരുന്നു ഓമനയമ്മയുടെ സന്തോഷം. അതിപ്പോൾ ജോലിസ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് കൊച്ചിനെ അവനങ്ങ് കൊണ്ടുപോകത്തില്ലയോ? കൊച്ചമണി ഹേമന്തിനെ നോക്കി. അത് പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി. മിക്ക ദിവസവും കമ്പനിയുടെ ആവശ്യം പ്രമാണിച്ച് ഞാൻ ടൂറിലായിരിക്കും. 2-3 ദിവസം അവിടെ ഒറ്റയ്ക്ക് എങ്ങനെ? ഹേമന്ത് നിസ്സഹായത നടിച്ച് പറഞ്ഞു. അയ്യോ, ഒരു പെങ്കൊച്ചിനെ വീട്ടിലൊറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അതും ഒരു പരിചയവുമില്ലാത്ത നാട്ടിൽ. ഓമനയമ്മ ആ ആലോചന മുളയിലേ നുള്ളി. തൽക്കാലം കാർത്തിക ഇവിടെ നിന്നാൽ മതി, പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുപോകാം, ഹേമന്ത് പറഞ്ഞു. അതാ അതിൻ്റെ ശരി, കൊച്ചമണി അംഗീകരിച്ചു. വണ്ടിക്കൂലിയും വാങ്ങി അവർ പോയി. ഞാനും പോവാണമ്മേ. ഇന്ന് പോയാൽ രാത്രി സുഖമായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ സ്വസ്ഥമായിട്ട് ജോലിക്ക് പോകാം. നാളെ പോയാൽ വെളുപ്പിന് 5-ന് ബസ്സിൽ കയറണ്ടേ? അവിടെ ചെല്ലുമ്പോൾ 9 ആകും. ഉറക്കമില്ലായ്മയും യാത്രാക്ഷീണവും കാരണം ഓഫീസിലേക്ക് പോകാനേ തോന്നത്തില്ല. അത് കേട്ടപ്പോൾ ഓമനയമ്മയുടെ മനസ്സലിഞ്ഞു. എന്നാൽ നീ പൊയ്ക്കോ മക്കളെ. അച്ഛന് എതിർത്ത് പറയാൻ തോന്നിയതുമില്ല. ഹേമന്ത് സൂട്ട് കേസിൽ വസ്ത്രങ്ങൾ എടുത്തു വെച്ചു. അപ്പോഴാണ് മൊബൈലിൽ ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ രജനിയാണ് വിളിക്കുന്നത്. നാശം, അവളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പുലിവാലാകും. ഭാഗ്യത്തിന് അവളുടെ അമ്മ കല്യാണത്തിനെതിരാണ്. ചേച്ചിയുടെ കല്യാണം കഴിയാതെ അവളുടെ കാര്യം അമ്മ ചിന്തിക്കുക പോലുമില്ല. പക്ഷേ ഇപ്പോൾ അവളോട് എന്ത് പറയും?
ഒന്നും പറയാനില്ല. അത് കാരണം അയാൾ കോൾ എടുത്തില്ല. ബെല്ലടിച്ച് അത് സ്വയം നിന്നു. വൈകുന്നേരം 4:30-ക്കുള്ള ബസ്സിൽ ഹേമന്ത് യാത്ര പുറപ്പെട്ടു. രാത്രി 9:30 ആയപ്പോൾ ടൗണിലെത്തി. ചപ്പാത്തിയും പൊരിച്ച കോഴിയും പാഴ്സൽ വാങ്ങിക്കൊണ്ടാണ് അയാൾ ലോഡ്ജിലേക്ക് പോയത്. റൂമിലെത്തി കുളിച്ച് വേഷം മാറ്റിയിട്ട് അയാൾ ചപ്പാത്തി കഴിച്ചു. ശ്രീജയൊന്ന് വിളിച്ചാലോ എന്ന് അപ്പോഴാണ് തോന്നിയത്. ഇന്നിനി വിളിച്ചാൽ അവൾ ഫോൺ എടുക്കില്ല. വിളിക്കുന്നെങ്കിൽ 8 മണിക്ക് മുമ്പ് വിളിക്കണം. അവളുടെ റൂംമേറ്റ് വന്ദനയുടെ അടുത്ത് വച്ച് ഫോണിൽ സംസാരിക്കാൻ അവൾക്ക് മടിയാണ്. ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് കൊടുക്കാമെന്ന് വിചാരിച്ച് അയാൾ മൊബൈൽ എടുത്തു. നോക്കിയപ്പോൾ രജനിയുടെ 9 മിസ് കോളുകൾ വന്നു കിടക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? രജനിയുടെ നമ്പറിലേക്ക് അയാൾ അപ്പോൾ തന്നെ വിളിച്ചു. ഫോൺ സൈലൻറ്റിലായിരുന്നു. വിളിച്ചത് കേട്ടില്ല രജനി. അയാൾ നുണ പറഞ്ഞു. എനിക്ക് എത്രയും വേഗം കണ്ടേ തീരൂ. ഞാൻ വരാം. എന്ന് വരും? അച്ഛനെ ഡിസ്ചാർജ് ചെയ്താൽ ഉടൻ വരാം. വൈകല്യ ഹേമേട്ടാ, എനിക്കൊരു മനസ്സമാധാനവുമില്ല. സുജാത ചേച്ചിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എന്തു പറഞ്ഞു? ഞെട്ടലോടെ അയാൾ ചോദിച്ചു. എല്ലാം. എന്തിനാ എല്ലാം പറഞ്ഞത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നിന്റെ ചേച്ചി നിന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? വേണ്ടായിരുന്നു. ഹേമന്തിന് ദേഷ്യം വന്നു. ഹേമേട്ടാ പ്ലീസ്, എന്നോട് പിണങ്ങല്ലേ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അയാൾ കോപത്തോടെ കോൾ കട്ട് ചെയ്തു. രഹസ്യമായി എല്ലാം തീർക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവളത് ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നു. അബോർഷൻ നടത്താൻ ആ സ്ത്രീ സമ്മതിച്ചില്ലെങ്കിലോ? രജനിയുടെ വിളി ഉടൻ വന്നു. പക്ഷേ അയാൾ ഫോൺ എടുത്തില്ല. വീണ്ടും വീണ്ടും അവൾ വിളിച്ചു. പക്ഷേ അയാൾ ഒരു തവണ പോലും എടുത്തില്ല. ശ്രീജയുടെ മൊബൈലിലേക്ക് കവിത വിളിച്ചപ്പോൾ അവൾ സ്കൂളിലെ ലൈബ്രറിയിലിരുന്ന് ഒരാഴ്ച പതിപ്പിലെ പാചകപംക്തി വായിക്കുകയായിരുന്നു. 4 മണി പലഹാരങ്ങളെക്കുറിച്ചാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. ശ്രീജയെ ആരോ വിളിച്ചിരുന്നു. മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടായിരുന്നു. അവൾ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ ജയന്തി ടീച്ചർ പറഞ്ഞു. അവൾ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കി. കവിതയുടെ മിസ്ഡ് കോൾ കിടക്കുന്നു. ഉടൻ തന്നെ അവൾ കവിതയെ വിളിച്ചു. ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ലൈബ്രറിയിലായിരുന്നു. പത്രം വായിക്കാനാണോ ലൈബ്രറിയിൽ പോയത്? കവിത ചോദിച്ചു. അല്ല ചേച്ചി, ഹോസ്റ്റലിൽ 3-4 പത്രങ്ങളുണ്ടല്ലോ. ലൈബ്രറിയിൽ വെറുതെ പോയതാ. അന്നേരം ഒരു മാസികയിൽ പാചകക്കുറിപ്പ് കണ്ടു. അത് വായിച്ചിരുന്നു പോയി. കവിത ചിരിച്ചു. വായിച്ചാൽ മാത്രം പോരാ, ചെയ്ത് പഠിക്കണം. ഇന്ന് എന്ത് പാചകമാണ് വായിച്ചേ? 4 മണി പലഹാരം, ഉള്ളിവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഓ, എന്നാലും സ്കൂൾ വിടുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വാ. വീട്ടിൽ ഉള്ളിവട ഉണ്ടാക്കാനുള്ള സവാളയും കടലമാവും ഇരിപ്പുണ്ട്. ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യ്. ഞാൻ വരാം ചേച്ചി. ശ്രീജയ്ക്ക് സന്തോഷമായി. ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ കവിതേച്ചിക്കും പ്രസാദേട്ടനും ഉള്ളിവട ഉണ്ടാക്കി കൊടുക്കണം. 3:30 സ്കൂൾ വിട്ടു. അവൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്നു. നിനക്ക് കുറച്ച് അച്ചാർ തരാമെന്ന് പറയാനാ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചത്. ഹോസ്റ്റലിലെ ഫുഡ് തീരെ മോശമാണെന്നല്ലേ പറഞ്ഞത്? കവിത വീടിൻ്റെ താക്കോൽ കൊടുത്തു. അച്ചാർ വേണം ചേച്ചി. എരിവും പുളിയൊന്നുമില്ലാത്ത നിർജ്ജീവമായ കറികളാണ് ഹോസ്റ്റലിൽ കിട്ടുന്നത്. ശരി, പോയിക്കോ. 5 മണി കഴിയുമ്പോഴേക്ക് ഞാൻ വന്നേക്കാം. താക്കോലുമായി ശ്രീജ പോയി. അവൾ ബേക്കറിയിൽ കയറിയില്ല. ഇന്ന് സ്വന്തമായി 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണല്ലോ. അവൾ ചെന്ന് വീടിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. ഹാൻഡ് ബാഗ് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് കിച്ചണിലേക്ക് ചെന്നു. ഉള്ളിവട ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കിച്ചൺ ടേബിളിൽ വെച്ചു. സവാള തൊലി പൊളിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോഴാണ് ബാഗിനുള്ളിൽ മൊബൈൽ ബെല്ലടിച്ചത്. അവൾ ചെന്ന് ഫോൺ എടുത്ത് നോക്കി. ഹേമന്ത്. ഹലോ. അവൾ പെട്ടെന്ന് കോൾ എടുത്തു. ഹോസ്റ്റലിൽ എത്തിയോ നീ? അയാൾ ചോദിച്ചു. ഇല്ല, കവിതേച്ചിയുടെ വീട്ടിലാണ്. സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. കവിതേച്ചി പോസ്റ്റ് ഓഫീസിലല്ലേ? അതെ, താക്കോൽ തന്നു. ഞാനിന്ന് ഉള്ളിവട ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. നിനക്കറിയാമോ ഉണ്ടാക്കാൻ? എല്ലാം പഠിക്കണ്ടേ എൻ്റെ ഹേമന്ത്? നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ ഹേമന്ത് എന്നെ വെറുതെ വിടുമോ? അത് ശരിയാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓക്കെ, വച്ചോ. ഇപ്പോൾ സമയമില്ല, പിന്നെ വിളിക്കേ. വീട്ടിലെ വിശേഷങ്ങൾ പറയണം. അച്ഛന് സുഖമായോ? ഇനി എന്നാണ് ചെക്കപ്പ്? ശരി, പിന്നെ വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് ശ്രീജ വീണ്ടും കിച്ചണിലേക്ക് ചെന്നു. ബാക്കി സവാള അരിഞ്ഞു കഴിഞ്ഞ് ചെറിയ സ്റ്റീൽ ചരുവത്തിലേക്ക് കടലമാവ് എടുക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. അന്നത്തേതുപോലെ ഇന്ന് പ്രസാദേട്ടൻ നേരത്തെ വന്നോ? അവൾക്ക് നേരിയ പരിഭ്രമം തോന്നി. താൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണോ പ്രസാദേട്ടൻ വന്നത്? ഉയരുന്ന നെഞ്ചിരിപ്പോടെയാണ് അവൾ ചെന്ന് വാതിൽ തുറന്നത്. പുറത്ത് ഹേമന്ത് പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. 5 മണിയായിട്ടല്ലേ കവിതേച്ച് വരൂ? ഇനി 3/4 മണിക്കൂർ സമയമുണ്ട്. അത് മതി തൽക്കാലം. അയാൾ വേഗം വാതിലടച്ച് ബോൾട്ടിട്ട് തിരിഞ്ഞു നോക്കി. ശ്രീജ എന്ത് ചെയ്യണമെന്നറിയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ശ്രീജയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ എന്നെ മിഴിച്ചു നോക്കുന്നേ? അവളുടെ കവിളിൽ ഒന്ന് തഴുകിയിട്ട് ഹേമന്ത് ചോദിച്ചു. എന്തിനാ ഹേമന്ത് ഇപ്പോഴും ഇങ്ങോട്ട് വന്നേ? പരിഭ്രമത്തോടെ ശ്രീജ അയാളെ നോക്കി. ഞാൻ വന്നുകൊണ്ടെന്താ കുഴപ്പം? വരണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പം വന്നതും. ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടാനില്ലല്ലോ പൊന്നെ. ഇവിടെ നമ്മൾ 2 പേരും മാത്രം. എത്ര നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നെഞ്ചിരിക്കാതെ കിട്ടിയത്. അയ്യോ ഹേമന്ത്, വേണ്ടാട്ടോ. കവിതേച്ചിയും പ്രസാദേട്ടനോ വന്നാൽ അവരെന്ത് വിചാരിക്കും? പ്ലീസ് പോയിക്കോ. ഇവിടെ നിൽക്കണ്ട, അവൾ ഭയത്തോടെ പറഞ്ഞു. 5 മണിയാകാതെ അവർ 2 പേരും വരില്ല. നിനക്ക് പേടിയാണെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ പോയേക്കാം. എനിക്ക് ഉള്ളിവട ഉണ്ടാക്കണം. എല്ലാം തയ്യാറാക്കി വച്ചേക്കുവാ.
നല്ല കാര്യം, നീ വേഗം ഉള്ളിവട ഉണ്ടാക്ക്. എന്നിട്ട് എനിക്ക് താ രണ്ടെണ്ണം, ഞാനും തിന്നു നോക്കട്ടെ. എനിക്കറിയാമല്ലോ നിന്റെ പാചക നൈപുണ്യം. ഹേമന്ത് പ്ലീസ്. അവൾ അപേക്ഷാഭാവത്തിൽ അയാളെ നോക്കി. നീ പേടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആരുമില്ലാത്ത വീടായതുകൊണ്ട് ഞാൻ വല്ല അതിക്രമവും കാണിക്കുമോ എന്നല്ലേ? ഇല്ല മോളെ, കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ, നമ്മുടെ വിവാഹം കഴിയുന്നതുവരെ. എന്നിട്ടും അവൾക്ക് വിശ്വാസം വന്നില്ല. ഞാൻ അടുത്ത് നിൽക്കത്തേയുള്ളൂ. എൻ്റെ പൊന്നിനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് തന്നെ ഒരു സുഖമാണ് എനിക്ക്. അവൾ പിന്നെയും മടിച്ചു നിന്നു. കവിതച്ച് വന്നാൽ സാരമില്ല, പക്ഷേ പ്രസാദേട്ടനോ മറ്റോ വന്നാൽ മോശമല്ലേ അത്? ഹേമന്തിനെ ഞാൻ വിളിച്ചു വരുത്തിയതാണെന്ന് വിചാരിക്കില്ലേ? സമയം കളയാതെ വാ മോളെ. അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് ഹേമന്ത് അവളെ കിച്ചണിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. സത്യം പറ, നിനക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ അറിയാമോ? ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നേ, പക്ഷേ എനിക്കറിയാം. എന്നാൽ വേഗം ഉണ്ടാക്ക്. തിന്നു നോക്കിയിട്ട് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ. എന്നെ ഇവിടെ കണ്ടാൽ പിന്നെ കവിതേശി നിന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടത്തില്ല. അപ്പോൾ പേടിയുണ്ട്, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യോ പേടിയുണ്ടേ. കവിതേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെയാ, പ്രസാദേട്ടൻ മൂത്ത ചേട്ടനെ പോലെയും. നമ്മളെക്കുറിച്ച് അവർ ചീത്തയായി ഒന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ. അത് കേട്ടപ്പോൾ ശ്രീജയ്ക്ക് കുറച്ച് ധൈര്യം വന്നു. വേണ്ടാത്തതിനൊന്നും ഹേമന്ത് മുതിരുകയില്ല. പക്ഷേ അത് അയാളുടെ തന്ത്രമാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആദ്യം അവളുടെ വിശ്വാസം നേടിയെടുക്കണം. അരുതാത്തതൊന്നും ചെയ്യാതെ മാന്യമായി പെരുമാറിയാൽ അടുത്ത തവണ അവൾ തന്നെ ഇങ്ങോട്ട് ക്ഷണിക്കും. എത്ര പെണ്ണുങ്ങളെ കണ്ടവനാ ഈ ഹേമന്ത്. ഫ്രൈയിങ് പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കും മോളെ, എന്നിട്ട് എണ്ണയെടുക്ക്, അയാൾ പറഞ്ഞു. കിച്ചൺ ഷെൽഫിലെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാൻ വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അത് അവിടെ നിന്നെടുക്കാനുള്ള ഉയരം ശ്രീജയ്ക്കില്ലായിരുന്നു. സ്റ്റൂളിൻ്റെ സഹായം വേണ്ടി വന്നേനെ. പക്ഷേ വളരെ എളുപ്പത്തിൽ ഷെൽഫിൻ്റെ ഗ്ലാസ് ഡോർ ഒരു വശത്തേക്ക് നീക്കിയിട്ട് ഹേമന്ത് അതെടുത്തു കൊടുത്തു. കണ്ടില്ലേ ഞാൻ വന്നതിൻ്റെ പ്രയോജനം? അല്ലെങ്കിൽ വല്ലതിൻ്റെ മുകളിൽ കയറി നിന്ന് എടുക്കേണ്ടി വന്നേനെ. കാല് തെന്നി തറയിൽ വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ആരും കാണത്തില്ലായിരുന്നു. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. വലിയ ഗമയൊന്നും അടിക്കണ്ട, ആരും സഹായത്തിനില്ലെങ്കിലും ഞാനതെല്ലാം മാനേജ് ചെയ്തേനെ. എങ്കിലും അവൾ പറഞ്ഞു. അത് ശരിയായിരിക്കും, പക്ഷേ സ്ത്രീക്ക് തുണയായ ഒരു പുരുഷനുണ്ടാവുന്നത് ഒരു സുഖമാണ് ശ്രീജക്കുട്ടി. നീ അത് സാവധാനം മനസ്സിലാക്കിക്കൊള്ളൂ. അവൾ അത് കേട്ട് പുഞ്ചിരിച്ചു. ചൂടായ ഫ്രൈയിങ് പാനിലേക്ക് അവൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഉള്ളിയിട്ട് കുഴച്ച് പരുവപ്പെടുത്തിയ മാവ് വടയുടെ രൂപത്തിൽ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ടു. എല്ലാം കണ്ട് കൗതുകത്തോടെ മര്യാദ രാമനായി ഹേമന്ത് അടുത്തു നിന്നു. നല്ല മണം വരുന്നുണ്ട്. എണ്ണയിൽ വട മൂത്ത് മരിഞ്ഞ് തവിട്ടു നിറം വന്നപ്പോൾ അയാൾ പറഞ്ഞു. വെന്തു കാണും. അവൾ അരിപ്പ് കൊണ്ട് വടയെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇട്ടു. ഒരെണ്ണം രുചി നോക്കട്ടെ, അയാൾ കൈ നീട്ടി. അയ്യോ വേണ്ട, പൊള്ളും, നല്ല ചൂടാ. അവൾ കൈ പിടിച്ച് തടഞ്ഞു. തണുക്കും വരെ നിന്നാൽ കവിതേച്ചി വന്നാലോ? അതിനു മുമ്പ് എനിക്ക് പോകണ്ടേ? ശ്രീജ വാച്ചിൽ നോക്കി. മണി 4:45. എന്തായാലും 10-20 മിനിറ്റ് കഴിയാതെ കവിതേച്ചി വരില്ല. സാരമില്ല, 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി. അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. ചായയൊന്നും വേണ്ട പൊന്നെ, തെളിവുകളൊന്നും അവശേഷിപ്പിക്കണ്ട. കവിതേച്ചി വിചാരിക്കില്ലേ ആരോ വന്നെന്നും നീ ചായ ഉണ്ടാക്കി കൊടുത്തെന്നും. അത് ശരിയാണെന്ന് തോന്നിയെങ്കിലും ചായ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. ചായയും വടയും കഴിച്ചിട്ടാണ് അയാൾ പോകാനൊരുങ്ങിയത്. ഇനി നീ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്കുള്ളപ്പോൾ എന്നോട് പറയണ്ട ശ്രീജെ. അതെന്താ? എനിക്ക് വരാൻ തോന്നും. ഇതുപോലെ വന്നിട്ട് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നല്ല കുട്ടിയായിട്ട്. ഞാൻ നല്ല കുട്ടി തന്നെയാ, പക്ഷേ എപ്പോഴാണ് മനസ്സ് മാറുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ല ഹേമന്ത്, എൻ്റെ അടുത്ത് ചീത്ത കുട്ടിയാകാൻ ഹേമന്തിന് പറ്റില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനന്ന് ഗുരുവായൂർക്ക് വരാൻ സമ്മതിച്ചത്. നിനക്കെന്നെ വിശ്വാസമുണ്ടല്ലോ, അത് മതി. ഞാനിനി നിൽക്കുന്നില്ല, പോവാണ്. അവൾ മെല്ലെ തലകുലുക്കി. പോകും മുമ്പ് അയാളൊരു ഉമ്മ ചോദിക്കുമെന്ന് അവൾ വിചാരിച്ചു. ചോദിച്ചെങ്കിൽ കൊടുത്തേനെ. പക്ഷേ യാത്ര പറഞ്ഞ് അയാൾ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ 5 മണി ആയിരുന്നില്ല. പാവം ഹേമന്ത്. വേണമെങ്കിൽ ചില കുസൃതികളൊക്കെ ഒപ്പിക്കാമായിരുന്നു. അതിനൊന്നും മുതിർന്നില്ല. നല്ലവനാണ്. 5:15 കവിത വന്നപ്പോൾ ശ്രീജയ്ക്ക് ചെറിയ പേടി തോന്നാതിരുന്നില്ല. ഹേമന്ത് വന്ന കാര്യം കവിതച്ചി എങ്ങനെയെങ്കിലും അറിയുമോ? ഹേമന്ത് ബൈക്കിലാണ് വന്നത്. മുറ്റത്ത് ബൈക്കിൽ വീലുകളുടെ പാട് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേമന്ത് വന്ന കാര്യം പറയുന്നതാണ് നല്ലത്. തെറ്റിദ്ധരിക്കാൻ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ തന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൂടുകയുള്ളൂ. വട ഉണ്ടാക്കിയോ? വന്ന പാടെ കവിത ചോദിച്ചു. ഉണ്ടാക്കി ചേച്ചി, തിന്നു നോക്ക്. ചൂടുമാറാത്ത ഉള്ളിവട എടുത്ത് കവിത തിന്നു. നന്നായിട്ടുണ്ട്, നല്ല രുചി. ഒരാൾ കൂടി വട തിന്നിട്ട് പോയി, അവൾ വെളിപ്പെടുത്തി. ആര്? പ്രസാദേട്ടനോ? ആശ്ചര്യത്തോടെ കവിത ചോദിച്ചു. അല്ല, ഹേമന്ത്. ഹേമന്ത് എങ്ങനെ അറിഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്? ഞാൻ വടയുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഹേമന്തിൻ്റെ വിളി വന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. വരാനൊന്നും ഞാൻ പറഞ്ഞില്ല ചേച്ചി, പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളിവിടെ എത്തി. എന്നിട്ട് എൻ്റെ പാചകത്തിൻ്റെ കൈപ്പുണ്യം അറിയാനാണെന്നാണ് പറഞ്ഞത്. 2 വട തിന്നു, ഉടൻ തന്നെ സ്ഥലം വിട്ടു. കവിതച്ചി അറിഞ്ഞാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി വേഗം പോയതാ. എന്നെയല്ല പേടി, പ്രസാദേട്ടനെയാ. പ്രസാദേട്ടൻ വഴക്ക് പറയുമെന്ന് അവനറിയാം. നേരാ, പ്രസാദേട്ടനെ പേടിച്ചായിരിക്കും പോയത്. പ്രസാദേട്ടൻ വന്നിട്ട് ചായ ഉണ്ടാക്കിയാൽ പോരെ? കവിത ചോദിച്ചു. മതി ചേച്ചി. ശ്രീജയ്ക്ക് പോകാൻ ധൃതിയില്ലല്ലോ? ഇല്ല, ഹോസ്റ്റലിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? 7 മണിക്ക് മുമ്പ് ചെന്നാൽ മതി. ഇവിടെ ഇരുന്നാൽ അത്രയും നേരം കൂടി എനിക്ക് സന്തോഷമാണ്.
എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് നീങ്ങു പോര്, ഇവിടെ താമസിക്കാം, ഞങ്ങൾക്കൊരു കൂട്ടാകുമല്ലോ. നേരായിട്ട് പറയുകയാണോ ചേച്ചി? വിശ്വാസം വരാതെ ശ്രീജ അവളെ നോക്കി. ഞാൻ ഇക്കാര്യം പ്രസാദനോട് പറഞ്ഞു. ഹേമന്ത് 1-2 മാസത്തിനുള്ളിൽ നിന്നെ കല്യാണം കഴിക്കുമല്ലോ. അത്രയും നാളത്തേക്ക് എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് മാറുന്നതെന്നാണ് പ്രസാദേട്ടൻ ചോദിച്ചത്. അറിയാതെ ശ്രീജയുടെ മുഖത്ത് ഒരു നാണം വിരിഞ്ഞു. ഇപ്പോഴേ ഒരു വീട് നോക്കി വയ്ക്കാൻ അവനോട് പറയണം. നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള വീട്, അതൊരു സുഖമാ ശ്രീജെ. ആരുടെയും ശല്യമില്ല, ആരെയും പേടിക്കണ്ട, സർവ്വസ്വാതന്ത്ര്യം, ഏത് നേരത്തും വേണമെങ്കിൽ സ്നേഹിക്കാം. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ചേച്ചി ഈ പറയുന്നത് അല്ലേ? കുസൃതിച്ചിരിയോടെ ശ്രീജ ചോദിച്ചു. അതെ, അങ്ങനെ തന്നെ. കല്യാണം കഴിഞ്ഞ് കുറേ ദിവസം പ്രസാദൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ. രാത്രി വളരെ വൈകിയേ ജോലികൾ തീരൂ. അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോകാൻ വിടുമായിരുന്നുള്ളൂ. പ്രസാദൻ്റെ അമ്മ എന്തൊരു വീർപ്പുമുട്ടലാണ് അന്ന് അനുഭവിച്ചതെന്നറിയാമോ? ശ്രീജ പൊട്ടിച്ചിരിച്ചു. എന്നാലും ഇപ്പോൾ ഈ വീട്ടിൽ ഇണക്കിളികൾ മാത്രമല്ലേ ഉള്ളൂ. ചേച്ചി പറഞ്ഞതുപോലെ സർവ്വസ്വാതന്ത്ര്യം. പ്രസാദിൻ്റെ കാർ അപ്പോൾ ഗേറ്റ് കടന്ന് കയറി വന്നു. കവിത ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അല്ല, ഇന്നും കൂട്ടുകാരി വന്നോ? ശ്രീജയെ കണ്ട് അയാൾ അത്ഭുതം കൂറി. ഇനി എന്നും ഇവിടെ വന്നിട്ട് ഇവൾ ഹോസ്റ്റലിലേക്ക് പോകൂ. അവിടെ ചെന്ന് എന്തിനാ ബോറടിച്ചിരിക്കുന്നത്? കവിത പറഞ്ഞു. അതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരാളുടെ അനുവാദം കൂടി വാങ്ങിച്ചേക്കണം, പ്രസാദ് പറഞ്ഞു. ആരുടെ? പ്രതിശ്രുത വരൻ്റെ. കല്യാണം കഴിഞ്ഞില്ലെങ്കിലും പ്രതിശ്രുത വധു എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ അവനും അവകാശമുണ്ട്. ഹേമന്തിൻ്റെ പെർമിഷനൊക്കെ കിട്ടി പ്രസാദേട്ടാ. അയ്യോ ചേച്ചി പറയല്ലേ എന്ന് ശ്രീജ പെട്ടെന്ന് കവിതയുടെ കണ്ണുകൾ കൊണ്ട് അപേക്ഷിച്ചു. അത് കാരണം കവിത പിന്നെയൊന്നും പറഞ്ഞില്ല. ചായ കുടിച്ചിട്ടാണ് ശ്രീജ പോയത്. ഉറക്കം വരാതെ രജനി തിരിഞ്ഞും മറിഞ്ഞു കിടന്നു. ഹേമന്തിനെ കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. എത്രയും വേഗം കല്യാണം നടക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. മങ്ങിയ വെളിച്ചത്തിൽ സുജാത കിടന്ന് ഉറങ്ങുന്നു. ശാന്തമായ ഉറക്കം. ചേച്ചി എത്ര ഭാഗ്യവതിയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ട് ചേച്ചിക്ക്. പക്ഷേ ആരുമായും അതിരുകടന്ന ബന്ധത്തിലേക്ക് പോയിട്ടില്ല. തനിക്ക് തെറ്റുപറ്റി, പക്ഷേ തെറ്റാണ് ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സ് സമ്മതിക്കുന്നില്ല. ഹേമട്ടൻ സ്നേഹം തന്നു. താൻ തിരിച്ചും സ്നേഹിച്ചു. സ്നേഹിക്കുന്ന പുരുഷന് കൊടുക്കാനുള്ളതല്ലേ ഈ മനസ്സും ശരീരവും. രജനി കണ്ണുകളടച്ച് ഉറക്കം വരാനായി പ്രാർത്ഥിച്ചു. രജനി, പെട്ടെന്ന് സുജാതയുടെ വിളി അവൾ കേട്ടു. എന്താ ചേച്ചി, ഉറങ്ങിയില്ലേ നീ? ഇല്ല. സുജാത എഴുന്നേറ്റ് കിടക്കയിലിരുന്നു. ഇനി എന്താ നിൻ്റെ ഉദ്ദേശം? എനിക്കറിയില്ല ചേച്ചി. അമ്മയറിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. അല്ലെങ്കിൽ കുറച്ചുനാൾ കൂടി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു. അവൻ്റെ അച്ഛനെ എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഇല്ല ചേച്ചി, കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. എവിടെ അവൻ്റെ വീട്? എരുമേലിയാണെന്നാണ് പറഞ്ഞത്. അവിടെ വരെ നമുക്കൊന്ന് പോയാലോ? സുജാത ചോദിച്ചു കേട്ട് അവളൊന്ന് ഞെട്ടി. ഹേമേട്ടൻ്റെ നാട്ടിൽ ചെന്ന് അച്ഛൻ്റെ അസുഖം ഭേദമാകാതെ അവൻ കല്യാണത്തിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഞാനും വരാം നിൻ്റെ കൂടെ. അവൻ്റെ അമ്മയെ കണ്ട് വിവരങ്ങൾ പറയാം. ഒരു ധാരണയിലെത്തിയാൽ ഏറ്റവും അടുത്ത ഒരു ദിവസം അമ്പലത്തിൽ വെച്ചാണെങ്കിലും ചെറിയ ചടങ്ങായി താലികെട്ട് നടത്താം. പക്ഷേ നമ്മുടെ അമ്മയെ ഞാൻ കൈകാര്യം ചെയ്തോളാം, നീ പേടിക്കണ്ട. ആദ്യം കുറേ തല്ലി കിട്ടിയേക്കും. സാരമില്ല, വഴക്കു പറയും, ശപിക്കും. അതൊക്കെ നീ സഹിക്കണം. ഒടുവിൽ അമ്മയ്ക്ക് നിൻ്റെ വഴിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ പാടില്ലല്ലോ. സുജാത ചേച്ചി പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നി. ഹേമേട്ടന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാണാം. നാളെ നീ അവനെ വിളിച്ച് ഏത് ഹോസ്പിറ്റലിലാണ് അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കേ. എന്താ കാര്യമെന്ന് പറയണ്ട, സൂത്രത്തിൽ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ അവൻ സമ്മതിച്ചെന്ന് വരില്ല. അതെ, അച്ഛൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ കല്യാണാലോചന നടത്താൻ ഹേമട്ടൻ തയ്യാറാവില്ല. നാളെ ഞാൻ സംസാരിക്കാൻ ചേച്ചി. രജനിക്ക് ചെറിയ മനസ്സമാധാനം അനുഭവപ്പെട്ടു. പ്രശ്നപരിഹാരത്തിന് ചേച്ചി കണ്ടുപിടിച്ച വഴി നല്ലതാണ്. കാര്യങ്ങൾ വേഗം തീരുമാനമാകും. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് ഹേമന്തിൻ്റെ നമ്പർ എടുത്ത് രജനി വിളിച്ചു. എന്താ രജനി? അയാളുടൻ കോൾ എടുത്തു. ഹേമട്ടൻ ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ വെളിയിലാണ്. അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം വല്ലതും തീരുമാനമായോ? ഇല്ല, 2 ആഴ്ച കഴിയുമെന്ന് തോന്നുന്നേ. അച്ഛനെ ഏത് ഹോസ്പിറ്റലിലാണ്? ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. എന്താ അതിൻ്റെ പേര്? ഹലോ, ഞാൻ റോഡിലെ രജനി. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. പെട്ടെന്ന് കോൾ കട്ടായി. രജനി കാത്തിരുന്നു. പക്ഷേ ഹേമന്ത് വിളിച്ചില്ല. അവൾ അയാളെ വിളിച്ചു നോക്കി. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഹേമയുടെ അച്ഛൻ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞേ തരൂ, അല്ലെങ്കിൽ വീടിൻ്റെ മേൽവിലാസമെങ്കിലും കിട്ടണം. രജനി അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് പ്രസാദ് ചന്ദ്രൻ സാറിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഏരിയ മാനേജറാണ്. ഒരിക്കൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവൾ മൊബൈലിൽ ഏരിയ മാനേജറുടെ നമ്പർ കണ്ടുപിടിച്ചു. ഹലോ, ജെയ്സൺ ഇലക്ട്രിക്കൽസ്. പൗരുഷം നിറഞ്ഞ സ്വരമാണ് അവർ കേട്ടത്. പ്രസാദ് ചന്ദ്ര സാറല്ലേ? ആദരവോടെ രജനി ചോദിച്ചു. അതെ സാർ, ഞാൻ വൈറ്റിലയിൽ നിന്ന് രജനിയാണ്. സാറിനെ കുറേ ദിവസം മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എക്സലൻറ്റ് ഇലക്ട്രിക്കൽസ് അല്ലേ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. അതെ സാർ. എന്താ രജനി? ഹേമന്ത് സാർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. ഒരാഴ്ചയായിട്ടും വന്നിട്ടില്ല. സാറിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണോ? അവൻ്റെ അച്ഛൻ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോയല്ലോ. രജനി ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു അവനിപ്പോൾ ഓഫീസിൽ വരുന്നുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു.
ശരീരം തളരുന്നത് പോലെ രജനിക്ക് തോന്നി. മൊബൈൽ കയ്യിൽ നിന്ന് വഴുതി വീണു പോകാതിരിക്കാനായി അവളത് അമർത്തിപ്പിടിച്ചു. ഫോണിലൂടെ ഒരു തേങ്ങൽ കേട്ടതുപോലെ പ്രസാദ് ചന്ദ്രന് തോന്നി. രജനിയായിരുന്നു അത്, അതോ? രജനി, അയാൾ സംശയത്തോടെ വിളിച്ചു. അവളുടെ ശബ്ദമൊന്നും കേട്ടില്ല. പക്ഷേ ലൈൻ കട്ടായിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. രജനി, അയാൾ വീണ്ടും വിളിച്ചു. എന്തോ? സങ്കടം നിറഞ്ഞ സ്വരമായിരുന്നത്. എന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല സാർ. അല്ല, എന്തുകൊണ്ട്? കഴിഞ്ഞ ആഴ്ചയും രജനി വിളിച്ച് ഹേമന്തിൻ്റെ കാര്യം ചോദിച്ചല്ലോ. ദാ ഇപ്പോഴും വിളിച്ചു. വെറുതെ വിളിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹേമന്ത് സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ കാണാത്തതുകൊണ്ടാണ്. ഷോപ്പിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ? അതെ, കുറച്ച് ഓർഡർ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അവൾ പറഞ്ഞത് സത്യമല്ലെന്ന് അയാൾക്ക് തോന്നി. അവൾ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ട്. ഇവിടുത്തെ അഡ്രസ്സ് അവിടെ ഉണ്ടല്ലോ. എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് കാണിച്ച് ഒരു മെയിൽ അയക്കേ. ഇന്ന് തന്നെ. ശരി സാർ. വേറൊന്നും പറയാനില്ലേ? ഇല്ല സാർ. പക്ഷേ അവൾ ചോദിക്കാൻ മടിച്ചു. വേറെന്തോ കൂടി രജനിക്ക് അറിയാണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താണെങ്കിലും മടിക്കാതെ ചോദിക്കൂ, പ്രസാദ് ആവശ്യപ്പെട്ടു. അത് അത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് സാർ. പ്രസാദ് ഒന്ന് ഞെട്ടി. മനസ്സിലായില്ല? വിശ്വസിക്കാനാവാതെ അയാൾ പറഞ്ഞു. കഴിഞ്ഞൊരു കൊല്ലമായി ഞങ്ങൾ ഇഷ്ടത്തിലാണ് സാർ. ഇവിടെ വരുമ്പോൾ കണ്ടിട്ടുള്ള പരിചയമാണ് അതിന് തുടക്കമിട്ടത്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹേമന്ത് സമ്മതിച്ചോ കല്യാണത്തിന്? എന്നിട്ടും പ്രസാദിന് വിശ്വാസം വന്നില്ല. സമ്മതിച്ചു സാർ. എൻ്റെ വീട്ടിൽ വന്ന് അമ്മയെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഹേമയുടെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. അവൻ അക്കാര്യം വിളിച്ചു പറഞ്ഞോ? ഉവ്, ഞാൻ മിക്ക ദിവസം വിളിക്കാറുണ്ട്. ഇന്ന് വിളിച്ചപ്പോഴാണ് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തില്ലെന്ന് പറഞ്ഞത്. അതെനിക്ക് കൃത്യമായി അറിയില്ല. ഹേമന്ത് ഇപ്പോൾ 2 ദിവസമായി ഓഫീസിൽ വരുന്നുണ്ട്. ഹേമട്ടൻ ഓഫീസിൽ വരുമ്പോൾ ഞാൻ വിളിച്ചെന്നൊന്ന് പറയണേ. പറയാം. താങ്ക് യു സാർ. അവൾ കോൾ കട്ട് ചെയ്തു. പ്രസാദ് നിശ്ചലനായി കസേരയിൽ അല്പനേരം ഇരുന്നു. രജനി പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ശ്രീജയുമായി നല്ല അടുപ്പത്തിലാണ് ഹേമന്ത്. അവൻ അവളെ വിവാഹം ചെയ്യാനിരിക്കുകയാണ്. രജനി പറഞ്ഞത് സത്യമായിരിക്കില്ല. ഇതേതോ തട്ടിപ്പാണ്. പ്രസാദ് ഉടൻ തന്നെ ഫോൺ എടുത്ത് ഹേമന്തിനെ വിളിച്ചു. ഹലോ പ്രസാദേട്ടാ. ഹേമന്ത് കോൾ എടുത്തു. നീ ഇപ്പോൾ എവിടാ? ഞാൻ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. കളർ കോഡ് കഴിഞ്ഞു. എന്താ പ്രസാദേട്ടാ? എപ്പം തിരിച്ചെത്തും? പറയാൻ പറ്റത്തില്ല. ഉച്ചവരെ ആലപ്പുഴയിലാണ് വർക്ക്. അത് കഴിഞ്ഞ് ചേർത്തലയ്ക്ക് പോകണം. എറണാകുളത്ത് പോകുമ്പോൾ ചേർത്തലയും കൂടി കവർ ചെയ്താൽ പോരെ? മതിയോ? മതി. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് എന്നെ ഒന്ന് കാണണം. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വരാം പ്രസാദേട്ടാ. ശരി, വച്ചോ. പ്രസാദ് റിസീവർ വെച്ചു. അഥവാ രജനി പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ. ഏയ്, ഹേമന്ത് അത്രക്കാരനല്ല. ശ്രീജയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ വിട്ടിട്ട് അവൻ വേറൊരുത്തിയുടെ പിന്നാലെ പോവുകയില്ല. ഇത് വേറെന്തോ സംഭവമാണ്. പ്രസാദ് ജോലിയിൽ മുഴുകി. ഉച്ചയ്ക്ക് മുമ്പ് ഹേമന്ത് ജോലി തീർത്തു. ആലപ്പുഴയിൽ 3 ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ ജെയ്സൺ ഇലക്ട്രിക്കൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിലേറെ ഓർഡർ കിട്ടിയത് കാരണം ബിയർ സഹിതമാണ് അയാൾ ഊണ് കഴിച്ചത്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇക്കാലത്ത് എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്നറിയില്ല. കൊതികളും ആഗ്രഹങ്ങളും ബാക്കി വെച്ചിട്ട് ഈ ലോകം വിട്ടുപോകാൻ പാടില്ല. അതാണ് ഹേമന്തിൻ്റെ കാഴ്ചപ്പാട്. ഭക്ഷണം കഴിച്ച് ബില്ല് കൊടുത്തിട്ട് ഒരു സിഗരറ്റ് പുകയ്ക്കുമ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ തെളിഞ്ഞ പേര് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. സുമലത. കുറേ ദിവസം മുമ്പാണ് അവൾ വിളിച്ചത്, പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന്. അന്ന് അവൾ കിലുക്കാൻ പെട്ടിയെ പോലെ കുറേ പൊട്ടിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. വീട്ടിൽ പൊതുവായി ഉപയോഗിക്കുന്ന മൊബൈലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വിളിക്കാഞ്ഞത്. പലതവണ വിരലുകൾ തരിച്ചതാണ്, പക്ഷേ സ്വയം നിയന്ത്രിച്ചു. ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകളുടെ അടുത്തേക്ക് ചെന്ന് അയാൾ കോൾ എടുത്തു. ഹലോ. സ്വരം കഴിയുന്നത്ര മധുരതരമാക്കി അയാൾ പറഞ്ഞു. ഹേമന്ത് സാറല്ലേ? സുമലതയുടെ സ്വരമല്ലായിരുന്നു അത്. അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള വേറൊരു പെൺസ്വരം. അതെ, അയാൾ ആശ്ചര്യത്തോടെ പറഞ്ഞു. ഇതാരാണെന്ന് മനസ്സിലായോ? സുമലതയുടെ വീട്ടിലെ ആരോ ആണ്. പക്ഷേ ആരാണെന്ന് അറിയില്ലല്ലോ. മനസ്സിലായില്ല സാർ. ഞാൻ ലതികയാണ്. ലതിക? പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. അച്ഛൻ സുഖമില്ലാതെ കിടന്ന ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ വെച്ച് പരിചയപ്പെട്ട സുന്ദരിക്കുട്ടി. അവൾക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടാണല്ലോ അന്ന് പോകുന്നത്. ഹലോ ലതിക. പെട്ടെന്ന് എനിക്ക് പിടികിട്ടിയില്ല. കാരണം ഇതേ നമ്പറിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോൾ വന്നിരുന്നു. ആരാ സാറിനെ വിളിച്ചേ? അത്ഭുതഭാവത്തിൽ അവൾ ചോദിച്ചു. സുമലത എന്നാ പേര് പറഞ്ഞത്? അയ്യോ, അവളെൻ്റെ അനുജത്തിയാ. സാറിനെ പരിചയപ്പെട്ട കാര്യം അവളോട് ഞാൻ പറഞ്ഞായിരുന്നു. കാർഡും കാണിച്ചു. അവൾ സാറിനെ വിളിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തു പറഞ്ഞു അവൾ? എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്നത് പോലെയാണ് സംസാരിച്ചത്. മിടുക്കിയാണല്ലോ ലതികയുടെ അനിയത്തിക്കുട്ടി. അവൾക്ക് കുസൃതി ഇത്തിരി കൂടുതലാണ്. വല്ല വിഡിത്തം പറഞ്ഞെങ്കിൽ ക്ഷമിക്കണേ. ആൾ തരുമെന്ന് നോക്കാതെ അവൾ എന്തും പറഞ്ഞു കളയും. ഏയ്, വേണ്ടാത്തൊന്നും പറഞ്ഞില്ല. തമാശക്കാരിയാണെന്ന് മാത്രം തോന്നി. അവൾ +2 പഠിക്കുക. അതിൻ്റെ പക്വതയേ ഉള്ളൂ. അതുപോട്ടെ, സാറിൻ്റെ അച്ഛൻ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. മരുന്നുകൾ കഴിക്കുന്നുണ്ട്. സാറിപ്പോൾ വീട്ടിലുണ്ടോ അതോ? ഞാൻ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോന്നു. ആഴ്ചയിലൊരിക്കലേ വീട്ടിൽ പോകൂ. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ? അതെ, കല്യാണം കഴിക്കാൻ അവരെന്നെ നിർബന്ധിക്കുന്നു. പക്ഷേ ഞാനിതുവരെ പിടികൊടുത്തിട്ടില്ല.
അതെന്താ? കൗതുകത്തോടെ ലതിക ആരാഞ്ഞു. മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടിയാൽ കല്യാണം കഴിക്കും. മനസ്സിനിണങ്ങിയ പെണ്ണെന്ന് പറഞ്ഞാൽ കാഴ്ചയിലാണോ അതോ കാഴ്ചയിലും സ്വഭാവത്തിലും? ഉദാഹരണം പറഞ്ഞാൽ ലതികയെ പോലൊരു പെണ്ണിനെയാണ് എനിക്ക് ഭാര്യയായി വേണ്ടത്. അയ്യോ, സാറെന്തേ പറയുന്നത്? എനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അവൾ ലജ്ജയോടെ പറഞ്ഞു. അത് തീരുമാനിക്കുന്നത് ലതികയല്ല. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നാലോ എന്ന് വിചാരിക്കുകയാ. എന്തിന്? ഞെട്ടലോടെ അവൾ ചോദിച്ചു. ലതികയെ കാണാൻ. അയ്യോ വേണ്ട സാർ, എന്നോട് എന്തെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകും എൻ്റെ വീട്ടിൽ സാർ വന്നാൽ. അവൾ പെട്ടെന്ന് തടഞ്ഞു. അതെന്താ? ലതിക പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വെറും പാവങ്ങളാണ് സാർ. കൊച്ചു വീടാണ്. സാറിനെ പോലുള്ളവർ കയറി വരാൻ മടിക്കും. അതുകൊണ്ട് വേണ്ട സാർ. അയാളൊന്ന് ചിരിച്ചു. ഇത്രയും എളിമയുള്ളൊരു പെണ്ണാണ് എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ. വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല. പക്ഷേ എനിക്ക് ലതികയെ ഒന്ന് നേരിൽ കാണണമെന്നുണ്ട്. എവിടെ വെച്ച് നമ്മൾ കാണും? എന്തിനാ സാർ എന്നെ കാണുന്നത്? ഇഷ്ടം കൊണ്ടാണ്. വേണ്ട സാർ, അതൊന്നും ശരിയാകത്തില്ല. ശരി, ഞാൻ വീട്ടിലേക്ക് വരാം. നമ്പർ എനിക്ക് കിട്ടിയല്ലോ. സുമലതയോട് ചോദിച്ച് വീട് മനസ്സിലാക്കിക്കൊള്ളാം. അയ്യോ വേണ്ട, വെളിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം സാർ. എന്ന് വരുമെന്ന് പറഞ്ഞാൽ മതി. അവൾ പെട്ടെന്ന് സമ്മതിച്ചു. അടുത്ത ഞായറാഴ്ച ഞാൻ നാട്ടിലുണ്ട്, വിളിക്കാം കേട്ടോ. ശരി സാർ. അവൾ കോൾ കട്ട് ചെയ്തു. ഹേമന്ത് ചിരിച്ചു. ദൈവമേ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മമാണോ എൻ്റേത്? സുന്ദരികൾ പിന്നാലെ വന്നു കൂടുകയാണല്ലോ. വണ്ടിനെ തേടി പൂക്കൾ വരുന്നു. എന്തൊരു അത്ഭുതം. അടുത്ത ബസ്സിന് അയാൾ മടങ്ങി. പ്രസാദേട്ടന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്താണാവോ. എന്തായാലും ഓഫീസിലെ കാര്യങ്ങളായിരിക്കില്ല. കാരണം അക്കാര്യത്തിൽ ഒരു പരാതിക്കും ഇടയില്ല. കഴിഞ്ഞ മാസത്തേക്കാൾ ബിസിനസ് ഓർഡർ പിടിച്ചിട്ടുണ്ട് ഈ മാസം. ടൗണിൽ ബസ്സിറങ്ങിയപ്പോൾ പ്രസാദിനെ ഹേമന്ത് വിളിച്ചു. പ്രസാദേട്ടാ, ഞാൻ തിരിച്ചെത്തി. ഓഫീസിലേക്ക് വരട്ടെ? വൈകുന്നേരം കാണാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒട്ടും ഫ്രീ അല്ല. നീ വീട്ടിലേക്ക് വന്നാൽ മതി. എന്താ? ശരി, വരാം. ഹേമന്ത് ലോഡ്ജിലേക്ക് പോയി. മണി 3:30. 6 മണിയെങ്കിലും ആകാതെ പ്രസാദേട്ടൻ വരില്ല. അപ്പോൾ ചെന്നാൽ മതി. പെട്ടെന്നാണ് ഒരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് വന്നത്. ഈയിടെയായി എന്നും സ്കൂൾ വിട്ടാൽ ശ്രീജ നേരെ കവിതേച്ചിയെ കണ്ടിട്ട് അവരുടെ വീട്ടിലേക്കാണ് പോകാറുള്ളത്. സന്ധ്യയാകുന്നതുവരെ അവിടെ കാണും. പ്രസാദേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് ചെന്നാലോ? അവളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ? ശ്രീജയ്ക്ക് ഇപ്പോൾ ആദ്യത്തെ പോലെ അത്ര പേടിയൊന്നുമില്ല. ഒന്ന് പോയി നോക്കാം. 4 മണി കഴിഞ്ഞപ്പോൾ ഹേമന്ത് ബൈക്കെടുത്ത് പ്രസാദിൻ്റെ വീട്ടിലേക്ക് പോയി. വണ്ടി ഗേറ്റിന് വെളിയിൽ വെച്ച് പൂട്ടിയിട്ടാണ് അകത്തേക്ക് കയറിയത്. സിറ്റൗട്ടിൻ്റെ പടികൾക്ക് ചുവട്ടിൽ ശ്രീജയുടെ ചെരുപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അയാളുടെ ശരീരം ഒന്ന് കോരിത്തെരിച്ചു. അയാൾ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് വിരലമർത്തിയിട്ട് കാത്തു നിന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ശ്രീജ വന്ന് വാതിൽ തുറന്നു. അയാളെ കണ്ട് അവളൊന്ന് പകച്ചു. കള്ളൻ ഇന്നും വന്നോ? കള്ളിയെ തേടി കള്ളന് വരാതിരിക്കാൻ പറ്റുമോ? ഹേമന്ത് അകത്തേക്ക് കയറി. ഇതൊന്നും അത്ര നല്ല ശീലമല്ല, അവൾ പറഞ്ഞു. ഏത്? എന്നും ഹേമന്ത് ഇവിടെ വരുന്നത്? വേറെ ആരുമില്ലാത്ത നേരത്ത്? കവിതേച്ചിയും പ്രസാദേട്ടനും സംശയിക്കും. സംശയിക്കില്ല മോളെ, കാരണം നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലേ. ശ്രീജ ചിരിച്ചു. ഡിസംബറിൽ മതി കല്യാണം. ഇനി 3 മാസം കൂടിയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഹേമന്ത് എൻ്റെ വീട്ടിൽ വരണം. അവർ സ്വീകരണ മുറിയിലെ സെറ്റിയിലിരുന്നു. അയാൾ അവളുടെ കൈയെടുത്ത് പിടിച്ചു. പെണ്ണു കാണാൻ വരുന്നത് പ്രസാദേട്ടനും കവിതേച്ചിയും ഞാനും കൂടിയായിരിക്കും. അവരല്ലാതെ എനിക്ക് വേറെ ആരുമില്ലല്ലോ. നമുക്ക് അവർ രണ്ടും മതി ഹേമന്ത്. നമ്മളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഹേമന്ത് ഒരു കൈയെടുത്ത് അവളുടെ ചുമലിലൂടെ ഇട്ട് ശരീരം ചേർത്ത് പിടിച്ചു. അവർ സകലത മറന്ന് സംസാരിച്ചിരുന്നത് കാരണം സമയം പോയതറിഞ്ഞില്ല. ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവർ ഞെട്ടലോടെ അകന്നു മാറിയത്. അയ്യോ, കവിതേച്ചി വരുന്നു, അവൾ ചമ്മലോടെ പറഞ്ഞു. വരട്ടെ, അതിനെന്താ? നമ്മൾ അന്യരൊന്നുമല്ലല്ലോ. 5 മണിയായത് നമ്മൾ അറിഞ്ഞതേയില്ല. അതാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ശക്തി. കവിത പടികൾ കയറി വന്നു. ശ്രീജയെയും ഹേമന്തിനെയും കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അത് ശരി, അപ്പോൾ ഇതാണിവിടെ സംഭവിക്കുന്നത്. പ്രസാദേട്ടൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നടക്കുന്നില്ല ചേച്ചി, ഞങ്ങൾ വെറുതെ. ഹേമന്ത് പറഞ്ഞു. ഇരിക്കെ, ഞാൻ രണ്ടാൾക്കും ചായ ഉണ്ടാക്കി തരാം. അയ്യോ വേണ്ട, ഞാൻ ചായ ഉണ്ടാക്കാം, ചേച്ചി ഇരിക്കെ. ശ്രീജ അടുക്കളയിലേക്ക് പോയി. അത് കണ്ട് കവിത ചിരിച്ചു. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പ്രസാദേട്ടൻ പറഞ്ഞു. അതാ ചേച്ചി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹേമന്ത് പറഞ്ഞു. എന്ത് കാര്യം? അറിയില്ല ചേച്ചി. ചായയും കുടിച്ച് 3 പേരും സംസാരിച്ചിരുന്നു. 6 മണിയായപ്പോൾ പ്രസാദ് വന്നു. നീ എപ്പം വന്നു? ഹേമന്തിനോട് അയാൾ തിരക്കി. കുറച്ച് നേരമായി, ഹേമന്ത് പറഞ്ഞു. എനിക്കൊരു ചായ വേണം കവിതേ, പ്രസാദ് പറഞ്ഞു. ഇപ്പോൾ കൊണ്ടുവരാം. കവിത അടുക്കളയിലേക്ക് പോയി. ശ്രീജ പോയിക്കോ, 6 മണിയായില്ലേ, ഇവൻ കുറച്ച് കഴിഞ്ഞ് പോകൂ, പ്രസാദ് പറഞ്ഞു. ഹേമന്തിനെ ഒന്ന് നോക്കിയിട്ട് അവൾ പോയി. സ്വീകരണ മുറിയിൽ പ്രസാദും ഹേമന്തും മാത്രമായി. എന്താ പ്രസാദേട്ടാ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഹേമന്ത് ചോദിച്ചു. എറണാകുളത്തെ എക്സലൻ്റ് ഇലക്ട്രിക്സിൽ രജനി എന്നൊരു പെണ്ണ് വർക്ക് ചെയ്യുന്നുണ്ട്. അവളെ അറിയാമോ നിനക്ക്? പ്രസാദിൻ്റെ ചോദ്യം കേട്ട് ഹേമന്തിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. അറിയാം. എന്താ പ്രസാദേട്ടാ? അവളിന്ന് ഓഫീസിലേക്ക് വിളിച്ച് നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ സത്യമാണെന്ന് അറിയാനാ നീ വരാൻ പറഞ്ഞത്. ഹേമന്ത് ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. തല ചുറ്റുന്നതുപോലെ തോന്നി ഹേമന്തിന്. അയാളുടെ തൊണ്ടയിണങ്ങി, നാവ് വരണ്ടു. എന്നെക്കുറിച്ച് രജനി എന്ത് പറഞ്ഞു? ഒരു വിധത്തിൽ അയാൾ ചോദിച്ചു. അത് ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എറണാകുളത്ത് എവിടെയാ അവളുടെ വീട്?
അറിയില്ല, ബസ്സിലാണ് വരുന്നതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. സിറ്റി വിട്ടാണെന്ന് തോന്നുന്നു, കരുതലോടെ ഹേമന്ത് പറഞ്ഞു. അപ്പോൾ നീ അവളുടെ വീട്ടിൽ പോയിട്ടില്ലേ? ഇല്ല പ്രസാദേട്ടാ. അവളുടെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രസാദ് അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ പറയുന്നത് കള്ളമാണെന്ന് പ്രസാദിന് തോന്നിയില്ല. രജനിയെ ഇഷ്ടമാണെന്നോ മറ്റോ നീ അവളോട് പറഞ്ഞിട്ടുണ്ടോ? പ്രസാദേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? സംശയഭാവത്തിൽ ഹേമന്ത് അയാളുടെ മുഖത്തേക്ക് നോക്കി. അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു. ഹേമന്ത് ഒന്ന് ചിരിച്ചു. ഏതെങ്കിലും പെണ്ണിനോട് ഞാൻ അങ്ങനെ പറയുമെന്ന് പ്രസാദേട്ടൻ വിചാരിക്കുന്നുണ്ടോ? മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടാൽ ഞാനങ്ങനെ പറഞ്ഞേനെ, ശ്രീജയെ പരിചയപ്പെടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. ഇനി എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിക്കും സ്ഥാനമില്ല പ്രസാദേട്ട. നീ അറിഞ്ഞോ അറിയാതെയോ അത്തരമൊരു ആഗ്രഹം അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? പ്രസാദ് വീണ്ടും ചോദിച്ചു. ഇല്ല പ്രസാദേട്ട, തമാശയ്ക്ക് പോലും അവളോട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ അവളെന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായി നിങ്ങൾ രണ്ടുപേര് ഇഷ്ടത്തിലാണെന്നും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും. എൻ്റെ ഈശ്വര, ഹേമന്ത് അത്ഭുതഭാവം നടിച്ചു. നീ അവളുടെ വീട്ടിൽ ചെന്ന് കല്യാണക്കാര്യം സംസാരിച്ചെന്നും അവൾ പറഞ്ഞു. നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും അവൾ അറിഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞാ അതറിഞ്ഞത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ വിളിയും പറച്ചിലുമൊക്കെ ഉണ്ടെന്നല്ലേ അർത്ഥം? പ്രസാദ് വിട്ടില്ല. അങ്ങനെയല്ല. നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും എൻ്റെ നമ്പർ അറിയാം. എന്തെങ്കിലും ഐറ്റംസ് ആവശ്യം വരുമ്പോൾ അവരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ ആ പെണ്ണും പലതവണ വിളിച്ചിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് ചെല്ലാമെന്ന് പറഞ്ഞ ദിവസം പോകാൻ പറ്റിയില്ല. അന്നാണ് അച്ഛനെ അഡ്മിറ്റാക്കിയത്. അവൾ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാൻ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിനാ അവൾ അങ്ങനെയൊക്കെ? ഹേമന്ത് ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാ കസ്റ്റമേഴ്സിനോടും ഞാൻ വളരെ അടുപ്പത്തോടെ സംസാരിക്കാറുണ്ട്, പെരുമാറാറുണ്ട്. അവരുടെ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. അതിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല പ്രസാദേട്ടാ. വെറും ബിസിനസ് തന്ത്രം മാത്രം. പ്രസാദ് മിണ്ടിയില്ല. പല ഷോപ്പുകളിലും തീരുമാനങ്ങൾ എടുക്കുന്നത് മുതലാളിമാരല്ല, അവിടുത്തെ മാനേജറോ മറ്റ് ഓഫീസ് സ്റ്റാഫോ ആയിരിക്കും. വേറെ കമ്പനികൾക്ക് അവരുടെ ഓർഡർ പോകാതിരിക്കാൻ വേണ്ടിയാണ് അവരുമായി ഞാൻ നല്ല ബന്ധം സ്ഥാപിക്കുന്നത്. മനസ്സിലായി എന്ന മട്ടിൽ പ്രസാദ് മെല്ലെ തലകുലുക്കി. നല്ല സെയിൽസ് എക്സിക്യൂട്ടീവുകൾ അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. ഈ പെണ്ണ് വിചാരിച്ചു കാണും അവളോടുള്ള താല്പര്യം കൊണ്ടാണ് അമ്മയെക്കുറിച്ചും ചേച്ചിയെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കുന്നതെന്ന്. ഒരു ദിവസം അമ്മയെ കാണാൻ വീട്ടിൽ വരാമെന്നും വെറുതെ പറഞ്ഞിരുന്നു. എല്ലാവരോടും ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അവൾ ആൾ കൊള്ളാമല്ലോടാ. സത്യത്തിൽ ഞാനങ്ങ് പേടിച്ചു പോയി. ശ്രീജയുമായി കല്യാണം തീരുമാനിച്ചിട്ട് നീ വേറെ വല്ല പെണ്ണുങ്ങളുടെയും പുറകെ പോയാൽ എങ്ങനെയാ ശരിയാകുന്നേ? അവൾ ഇത് വല്ലതും അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കില്ലേ? അത്രയ്ക്ക് സ്നേഹമാണ് അവൾക്ക് നിന്നോട്. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാ. എനിക്കതറിയാം പ്രസാദേട്ടാ. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ ഒരു വീട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ നീ വിഷമിക്കേണ്ട. തൽക്കാലം ഇവിടെ താമസിക്കാം. എന്തായാലും എത്രയും വേഗം കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം. എനിക്കിനി എറണാകുളത്തിന് പോകാൻ മടിയാ. അവളെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അവൾക്ക് പ്രേമഭ്രാന്ത് കയറി ഇനി വേറെ വല്ലതും വിളിച്ചു പറഞ്ഞാലോ? വിഷ്ണുഭാവത്തിൽ ഹേമന്ത് ചോദിച്ചു. ശരിയാ, തൽക്കാലം നീ പോകണ്ട. അവൾ വിളിച്ചാൽ ഫോൺ എടുക്കുകയും വേണ്ട കേട്ടോ, ചിരിച്ചുകൊണ്ട് പ്രസാദ് പറഞ്ഞു. അയ്യോ ഇല്ലേ, ചിരിച്ചുകൊണ്ട് ഹേമന്ത് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. അപ്പോഴാണ് കവിത വന്നത്. എന്തായിരുന്നു രണ്ടുപേരും കൂടി സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരുന്നേ? അവൾ ചോദിച്ചു. ബിസിനസ് കാര്യങ്ങളാ. സെയിൽസ് കൂട്ടണമെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പ്രസാദ് ഒരു നുണ പറഞ്ഞു. എനിക്ക് തോന്നി ഓഫീസ് കാര്യമാണെന്ന്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത്. പിന്നെ ഞാനിന്ന് വന്നപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ട്, കള്ളച്ചിരിയോടെ കവിത പറഞ്ഞു. ആര്? ശ്രീജയും ഹേമന്തുമോ? മനസ്സിലായെങ്കിലും പ്രസാദ് ചോദിച്ചു. അതെ. 4 മണിയാകുമ്പം അവൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് താക്കോൽ മേടിച്ചുകൊണ്ട് പോരും. ഞാൻ വരുമ്പോൾ 5 മണി കഴിയത്തില്ലേ? ഒന്നുകിൽ അവൾ അറിയിച്ചിട്ട് അവൻ വരുന്നത്, അല്ലെങ്കിൽ അവൻ അറിഞ്ഞിട്ട് വരുന്നു. എന്തായാലും 1 മണിക്കൂർ രണ്ടുപേർക്കും ശല്യമൊന്നുമില്ലാതെ കിട്ടുന്നുണ്ട്. എങ്കിൽ എന്തും നടക്കും. എന്തും? അതെ, എന്തും, ചിരിയോടെ പ്രസാദ് പറഞ്ഞു. എങ്കിൽ ഞാനിനി താക്കോൽ കൊടുക്കില്ല. അത് അപകടമാണ്. എന്തപകടം? അവൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവല്ലേ? അയാൾ ന്യായീകരിച്ചു. എന്നാലും കല്യാണം കഴിഞ്ഞ് 7-ാം മാസത്തിലോ 8-ാം മാസത്തിലോ അവൾ പ്രസവിച്ചാലോ? അത് നാണക്കേടല്ലേ? കവിതയുടെ ചോദ്യം കേട്ട് പ്രസാദ് പൊട്ടിച്ചിരിച്ചു. വേണ്ട അല്ലേ? എങ്കിൽ നാളെ അവൾ വന്ന് ചോദിക്കുമ്പോൾ താക്കോൽ കൊടുക്കണ്ട, അയാൾ പറഞ്ഞു. എന്ത് കാരണം പറയും? ഇങ്ങനെ പോയാൽ നീ 8-ാം മാസത്തിൽ പ്രസവിക്കും, അതുകൊണ്ട് താക്കോൽ തരില്ലെന്ന് പറ. പോ പ്രസാദേട്ടാ. ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല, എനിക്ക് വയ്യ. എന്നാൽ ഞാൻ അവനോട് പറയാം, ഞങ്ങളാരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വരരുതെന്ന്. അയ്യോ, അന്നേരം ഹേമന്ത് എന്ത് വിചാരിക്കും? അവൾക്ക് വിഷമമായി. എന്തെങ്കിലും വിചാരിക്കട്ടെ. അത് വേണ്ട പ്രസാദേട്ടാ. അവൻ വരുന്നെങ്കിൽ വന്നോട്ടെ, നമുക്കെന്താ? എന്തായാലും രണ്ടുപേരും ഒന്നിച്ച് ചേരാനുള്ളതല്ലേ. എത്രയും വേഗം കല്യാണം നടത്താൻ അവളോട് പറഞ്ഞാൽ മതി. ഞാനത് കുറച്ച് മുമ്പ് അവനോട് പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ അച്ഛനെ വിളിച്ച് ഞാനൊന്ന് സംസാരിക്കാം. വീട്ടുകാർ തമ്മിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു സ്പീഡ് വരും. അതെ, എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെ ശ്രീജ. അവളുടെ കല്യാണത്തിന് നമുക്ക് തുടക്കം മുതലേ പങ്കെടുക്കണം. അച്ഛനും അമ്മയും ഇല്ലാത്തവളല്ലേ? കവിത ഒന്ന് നെടുവീർപ്പിട്ടു. എല്ലാം ശരിയാകും, നീ സമാധാനമായിട്ടിരിക്കേ, പ്രസാദ് പറഞ്ഞു. കവിത അയാളുടെ നെഞ്ചിൽ ചേർന്ന് നിന്നു. അയാൾ അവളെ കെട്ടിപ്പിടിച്ച് ശിരസിൽ കവിൾ ചേർത്തു. ഒരേയൊരു ദുഃഖം മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞ്. ഈശ്വരൻ കനിയാതിരിക്കുമോ? ഹേമന്ത് ലോഡ്ജിലെത്തി കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് മൊബൈലിൽ 2 മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നത് കണ്ടത്.
കൽക്കത്തയിലുള്ള ജയശങ്കർ വിളിച്ചിരിക്കുന്നു. ഒരു ബ്രിട്ടീഷ് ഇലക്ട്രിക്കൽ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് ജയൻ. കുറേ നാൾ ജെയ്സൺ ഇലക്ട്രിക്കൽസിൽ ഹേമന്തിൻ്റെ കൂടെ അയാൾ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കൽക്കത്തയിൽ ജോലി കിട്ടിയത്. ഇടയ്ക്കൊക്കെ ജയശങ്കർ വിളിക്കാറുണ്ട്. ഒരിക്കൽ ഹേമന്ത് കൽക്കത്തയിൽ പോയി ഒരാഴ്ച അയാളോടൊപ്പം താമസിച്ചിട്ടുണ്ട്. കമ്പനി തന്നെ ഫ്ലാറ്റും കാറും കൊടുത്തിട്ടുണ്ട്. രാജകീയ ജീവിതം. ഉടൻ തന്നെ ഹേമന്ത് തിരിച്ചു വിളിച്ചു. എന്താടാ വിളിച്ചത്? ഞാൻ ബാത്റൂമിലായിരുന്നു. നിനക്കിങ്ങനെ നാട്ടിലെ പെണ്ണുങ്ങളെയും വളച്ച് നടക്കുന്നതാണല്ലോ ഇഷ്ടം. ഒരിക്കൽ ഞാൻ പറഞ്ഞതല്ലേ എങ്ങോട്ട് പോരാൻ. നീ കണ്ടതല്ലേ കേരളത്തിലെ പെണ്ണുങ്ങളെ പോലെ സുന്ദരികളാ ബംഗാളിലെ പെണ്ണുങ്ങളും. ജയശങ്കർ പറഞ്ഞത് കേട്ട് ഹേമന്ത് പൊട്ടിച്ചിരിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ, പക്ഷേ ബംഗാളി പഠിക്കണ്ടേ? എന്നിട്ട് വേണ്ടേ അവരെ വളയ്ക്കാൻ? അതിന് ഒരുപാട് കാലം വേണ്ടി വരും. അതുകൊണ്ടാ, അയാൾ പറഞ്ഞു. എങ്ങനെ പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ? കുഴപ്പമില്ലടാ, കല്യാണം കഴിക്കാനുള്ള പുറപ്പാടില്ല. ഒരു പെണ്ണിനെ കണ്ടു, അത് ഏതാണ്ട് ഉറപ്പിക്കുന്ന മട്ടാണ്. അപ്പോൾ നിന്റെ കാമുകിമാരോ? ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം അവർക്കറിയില്ലല്ലോ. അവരെ ഞാൻ പൂർവാധികം ഭംഗിയായി പ്രേമിച്ചുകൊണ്ടിരിക്കും. എന്നാലും ഒരു ചേഞ്ച് വേണ്ടേ? ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. നിനക്ക് കൽക്കത്തയിലേക്ക് വരാൻ ഒരു ഒന്നാന്തരം ചാൻസ് വന്നിരിക്കുന്നു. എന്താ, താല്പര്യമുണ്ടോ? ഇല്ലടാ, തൽക്കാലം നമ്മുടെ നാട്ടിലെ ജീവിതം തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് തീരുമാനമെടുത്താൽ മതി. ഇതൊരു സുവർണാവസരമാണ്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെയാണ് നിനക്ക് വേണ്ടി വേക്കൻസി ഉണ്ടാക്കാൻ പോകുന്നത്. വിദേശ കമ്പനിയാണ്. ഒന്നാന്തരം ശമ്പളമുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. എന്ത് വേക്കൻസി? സെയിൽസ് മാനേജറുടെ വേക്കൻസിയാണ്. മാസം 2 ലക്ഷം രൂപ ശമ്പളം. കാർ, ഫ്ലാറ്റ്, വീട്ടുപണിക്ക് 2 സെർവൻറ്റ്, ഡ്രൈവർ, ഫ്ലൈറ്റിൽ യാത്ര, വർഷത്തിൽ 2 ആഴ്ച വെക്കേഷൻ. എടാ, നീ ഇപ്പോൾ സെയിൽസ് മാനേജറല്ലേ? അപ്പോൾ ഇനിയൊരു വേക്കൻസി കൂടെ വരുമോ? ഹേമന്ത് സംശയത്തോടെ ചോദിച്ചു. ഞാൻ കൽക്കത്തയിൽ നിന്ന് പോവാണ്. 2 മാസത്തിനുള്ളിൽ കമ്പനി എന്നെ ശ്രീലങ്കയിലേക്ക് വിടും. അവിടുത്തെ ഫുൾ ചാർജ്. അതെയോ? ഹേമന്തിന് അത്ഭുതം തോന്നി. അതെ, നിൻ്റെ ബയോഡാറ്റ വേഗം എനിക്ക് മെയിൽ ചെയ്യും. നിനക്ക് എൻ്റെ വേക്കൻസി കിട്ടും. എനിക്ക് വിശ്വാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. നിൻ്റെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും മതി ഈ പോസ്റ്റിലേക്ക്. പക്ഷേ നാട് വിട്ടു പോകാൻ എനിക്കൊരു താല്പര്യവുമില്ല ജയ. എന്തായാലും നീ ബയോഡാറ്റ അയച്ചതാ. മനസ്സ് മാറിയാൽ വരിക, അല്ലെങ്കിൽ അവിടെ ശ്രീകൃഷ്ണനായി തുടരുക. പോടാ, സമയം കിട്ടുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം. എന്തായാലും താങ്ക്സ് ജയ. ഹേമന്ത് ഫോൺ വെച്ചു. കൽക്കത്ത നല്ല സിറ്റിയാണ്. സുഖകരമായ ജീവിതമായിരിക്കും. ജയശങ്കറിൻ്റെ കമ്പനിയിൽ ജോലി കിട്ടിയാൽ ഒരുവിധം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. പക്ഷേ ബംഗാളി. തൽക്കാലം ഈ നാട് തന്നെ മതി. ഇപ്പോഴുള്ള പ്രശ്നം രജനിയാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ മനസ്സ് സ്വസ്ഥമാകും. മൂത്ത മകളുടെ കല്യാണം നടത്താതെ ഇളയ മകളുടെ കല്യാണം അവരുടെ അമ്മ നടത്തില്ല. അതുമാത്രമാണ് ഒരു ആശ്വാസം. രജനിയോട് ഒരു തുറന്ന സംഭാഷണം നടത്തണം. തൽക്കാലം ഗർഭം ഇല്ലാതാക്കണം. പിന്നീട് സമയം ഒത്തുവരുമ്പോൾ കല്യാണം നടത്താമെന്ന് പറയാം. അവൾ സമ്മതിക്കില്ലായിരിക്കും, പക്ഷേ സമ്മതിപ്പിക്കണം. അവിടെയാണ് തൻ്റെ മിടുക്ക്. തൽക്കാലം ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ അവൾ ഇനിയും പ്രസാദേട്ടനെ വിളിക്കും. ഹേമന്ത് മൊബൈലെടുത്ത് രജനിയെ വിളിച്ചു. ഹേമേട്ടാ. ഒരു തേങ്ങലോടെയാണ് അവൾ ലൈനിൽ വന്നത്. ദേഷ്യപ്പെടരുത്, മയക്കത്തിൽ വേണം കൈകാര്യം ചെയ്യാൻ. രജനി, നീയെന്ന് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോ? അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. എന്നോട് എന്തിനാ കള്ളം പറഞ്ഞത്? അച്ഛനെ ഡിസ്ചാർജ് ചെയ്തില്ലെന്ന്. എന്നിട്ട് ഓഫീസിലും പോയി തുടങ്ങി. എന്നോട് പറഞ്ഞത് ഇപ്പോഴും വീട്ടിലാണെന്നല്ലേ? അവൾ കരഞ്ഞു. എൻ്റെ പൊന്നെ, നീ കാര്യമറിയാതെയാ എന്നെ തെറ്റിദ്ധരിക്കുന്നത്. ഞാനൊരു കള്ളവും നിന്നോട് പറഞ്ഞിട്ടില്ല. പ്രസാദേട്ടൻ പറഞ്ഞതും സത്യമാണ്, ഞാൻ പറഞ്ഞതും സത്യമാണ്. എനിക്ക് മനസ്സിലായില്ല. അച്ഛനെ 2 ദിവസം മുമ്പ് ഡിസ്ചാർജ് ചെയ്തിരുന്നു. അക്കാര്യം ഞാൻ പ്രസാദേട്ടനെ വിളിച്ച് പറയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ അച്ഛന് വീണ്ടും നെഞ്ചുവേദനയുണ്ടായി. അപ്പോൾ തന്നെ കൊണ്ടുചെന്ന് വീണ്ടും അഡ്മിറ്റാക്കി. അക്കാര്യം പ്രസാദേട്ടൻ അറിഞ്ഞിട്ടില്ല. വളരെ സ്വാഭാവികമായിട്ടാണ് ഹേമന്ത് സംസാരിച്ചത്. രജനി അത് പൂർണ്ണമായി വിശ്വസിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞാൽ എന്നെ വർക്ക് ചെയ്യാൻ പ്രസാദേട്ടൻ സമ്മതിക്കില്ല. ശമ്പളത്തിൽ കുറവ് വരും. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത് ടൗണിൽ പോയി ഓർഡർ എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചെന്ന് പ്രസാദേട്ടൻ പറഞ്ഞത്. സോറി ഹേമേട്ടാ, ഞാൻ വിചാരിച്ചു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല രജനി. ആരായാലും ഇത് കേൾക്കുമ്പോൾ സംശയിച്ചു പോകും, പ്രത്യേകിച്ച് ഇത്തരമൊരു അവസ്ഥയിൽ. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് പിണക്കമുണ്ട്. എന്ത് കാര്യത്തിൽ? ഭയത്തോടെ അവൾ ചോദിച്ചു. എന്തിനാ നീ പ്രസാദേട്ടനെ വിളിച്ച് നമ്മുടെ കാര്യം പറഞ്ഞത്? അതൊട്ടും ശരിയായില്ല. ജോലി ചെയ്യാതെ ഞാൻ പ്രേമിച്ച് നടക്കുകയാണെന്ന ഇപ്പോൾ പ്രസാദേട്ടൻ്റെ വിചാരം. എന്നെ ഒരുപാട് വഴക്കു പറഞ്ഞു. സോറി ഹേമേട്ടാ, എൻ്റെ വെപ്രാളം കാരണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സാരമില്ല, നമ്മുടെ വ്യക്തിപരമായ കാര്യം വേറെ ആരും അറിയേണ്ട കാര്യമില്ല. അത് നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഹേമേട്ടൻ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? നാളെ വരാം. അമ്മയെ കണ്ട് സംസാരിക്കാം. എന്താ? ശരി ഹേമേട്ടാ, വരണേ നാളെ. ഞാൻ കാത്തിരിക്കും. നീ ഓഫീസിൽ പോയിക്കോ, വീട്ടിൽ കാണണ്ട. അമ്മയോട് ഞാൻ സംസാരിച്ചോളാം. പറഞ്ഞു സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് മതി. എന്താ? അത് മതി, വരണേ. ഉപേക്ഷ വിചാരിക്കല്ലേ? അവൾ അപേക്ഷിച്ചു. വരും, ഉറപ്പ്. പിറ്റേന്ന് രാവിലെ രജനിയുടെ അമ്മയെ കയ്യിലെടുക്കാൻ തയ്യാറായിട്ട് ഹേമന്ത് എറണാകുളത്ത് പോയി. ചെന്നപ്പോൾ വീടിൻ്റെ ചെറിയ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. അയാളത് തുറന്ന് മുറ്റത്തേക്ക് കയറി. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നത് ഒരു യുവതിയാണ്. രജനിയുടെ ചേച്ചി സുജാതയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് മനസ്സിലായി.
ഹേമന്തല്ലേ? സുജാത ചോദിച്ചു. അതെ. കയറി വരൂ. അമ്മ ഇവിടെ ഇല്ല. ഞാൻ സത്യത്തിൽ സൂത്രത്തിൽ പറഞ്ഞു വിട്ടു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അവളുടെ വാക്കുകൾ കേട്ട് ഹേമന്തിൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോയി. അയാൾ വിറയ്ക്കുന്ന കാലുകളോടെ അകത്തേക്ക് കയറി. കഥ തുടരും.